എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം. ആത്മാവിൻ്റെ ഒരു പ്രേരണയിൽ ഞാൻ ചില വചനങ്ങൾ വായിക്കുകയാണ്. പുറപ്പാട് 15:26. എക്സോഡസ് 15:26. പുറപ്പാട് 15:26. പുറപ്പാട് 15:26 വായിക്കാം. എക്സോഡസ് 15:26 ഉറക്കെ വായിക്കാം. വായിച്ചേ. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. എങ്ങനെ വായിക്കാനാ പറഞ്ഞേ? അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എന്നൊക്കെ പറഞ്ഞേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എന്നൊക്കെ പറഞ്ഞേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സേ സംബഡി ലൗഡർ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് വിശ്വസിക്കുക. പുറപ്പാട് 15:26. ഇന്ന് ഉച്ചയ്ക്ക് ആത്മാവിൻ്റെ ഒരു പ്രേരണ ഞാൻ പറയുകയാണ്. പുറപ്പാട് 15:26 അത് വിശ്വസിക്കുക. എന്താണ്? ഞാൻ നിന്നെ കർത്താവാണ്. ഞാൻ നിന്നെ, ഐ എം ദ ലോർഡ് ഹൂ ഹീൽസ് യു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇനി അടുത്തൊരു വചനം വായിക്കേണ്ടത് ജ്ഞാനം 16:12. വിസ്ഡം 16:12. ജ്ഞാനം 16:12. ജ്ഞാനം 16:12 ഉറക്കെ വായിച്ചോ. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വായിക്കാം. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അപ്പോൾ അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. ആ വചനം ഒന്ന് കാണാതെ പഠിക്കാവോ? ജ്ഞാനം 16:12. വിസ്ഡം 16:12 ഉറക്കെ വായിച്ചേ. കർത്താവേ, ഉറക്കെ കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞേ. അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തി. ഇനി സാംസ് 107:17. സങ്കീർത്തനം 107:17. സങ്കീർത്തനം 107:17. സങ്കീർത്തനങ്ങൾ 107:17. സാംസ് 107:17. പാപകരമായ, നിങ്ങൾ ഉറക്കെ വായിക്കുന്നില്ല. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കണ്ടോ? പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഉറക്കെ പറയണം, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. പറഞ്ഞേ, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. എന്നൂടെ പറഞ്ഞേ, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. എന്നൂടെ പറഞ്ഞേ, അവിടുന്ന് തൻ്റെ വചനം അയച്ച്. 3 കാര്യങ്ങളാണ് പറഞ്ഞേ. 1, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. 2, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. 3, കർത്താവ് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ.
പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ജെറമിയ 30:17. ജെറമിയ 30:17. ജെറമിയ 30:17. ജെറമിയ 30:17 വായിക്കാമോ? ജെറമിയ 30:17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. എന്നോട് വായിച്ചേ. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എന്താണ് പറഞ്ഞേ? ഞാൻ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. പറഞ്ഞേ, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഉറക്കെ പറയാവോ? ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി യേശയ്യ 53:5. യേശയ്യ 53:5. യേശയ്യ ഐസയ്യ 53:5. യേശയ്യ 53:5 ഉറക്കെ വായിക്കുക. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. ഐസയ്യ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പറയാവോ? അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി, നാം സൗഖ്യം പ്രാപിച്ചു. ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി. എന്നൂടെ പറയാവോ? അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂക്ക 5:17. ലൂക്ക 5:17. ലൂക്ക് 5:17. ലൂക്ക 5:17. ലൂക്ക 5:17 വേഗം വായിച്ചേ. ഓ, നിങ്ങൾ ചുമ്മാ ഉഴപ്പാണ്. ഇങ്ങനെയാണോ വായിക്കുന്നത്? ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫരിസേയരും നിയമഅധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അത് മാത്രം ഒന്ന് വായിച്ച്. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ഉറക്കെ വായിച്ച്. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വായിച്ച്. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ലൂക്ക 6:19. ലൂക്ക് 6:19. ലൂക്ക 6:19 വേഗം വായിച്ചോ. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. റിപ്പീറ്റ് ആഫ്റ്റർ മീ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. പറയാവോ? അപ്പോൾ നേരത്തെ വായിച്ച വാക്യം എന്താണ്? രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. 6:19 പറയുകയാണ് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. മത്തായി 8:16 വായിക്കും. മാത്യു 8:16. മത്തായി 8:16. മത്തായി 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഒന്നുകൂടെ വായിച്ചേ. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ ആരാധന, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യാക്കോബ് 5:15. ജെയിംസ് 5:15. യാക്കോബ് 5:15. ജെയിംസ് 5:15. യാക്കോബ് 5:15 വായിക്കേ. യാക്കോബ് 5:15. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന
രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകുകയും ചെയ്യും. അതെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പറയാവോ? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ രോഗികൾ സൗഖ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എത്ര വചനം പറഞ്ഞു? പുറപ്പാട് 15:26, ജ്ഞാനം 16:12, സങ്കീർത്തനം 107:20, ജെറമിയ 30:17, യേശയ്യ 53:5, ലൂക്ക 5:17, ലൂക്ക 6:19, മത്തായി 8:16, യാക്കോബ് 5:15. 9 വചനം പറഞ്ഞു രോഗികളെ അല്ലേ? എത്ര? 9 അല്ലേ? 9. ഓക്കെ, 9 വചനം രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞതെന്നറിയാമോ? അതായത് ആത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വേഗം അതിങ്ങനെ ടപ്പെട്ടപ്പോൾ വന്നുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതായത് കർത്താവ് എന്ത് ചെയ്യും? ദൈവവചനം നമ്മൾ ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ രോഗികളെ സുഖപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും സാധാരണഗതി ചെയ്യാറില്ല. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് എന്താണ്? ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പഠിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലത്ത് രോഗികൾ സൗഖ്യം പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് രോഗികളായ മക്കൾ എന്താ ചെയ്യേണ്ടത്? വചനം നന്നായി ശ്രദ്ധിക്കുക. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി എന്നാണ് സങ്കീർത്തനം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് രോഗപീഠകളുണ്ട്, ഏതെങ്കിലും മാനസിക ശാരീരിക പീഡകളുണ്ട്, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ വചനം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. വചനം ഒരു മരുന്ന് പോലെ സ്വീകരിക്കുക. വചനം സുഖപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതങ്ങനെയാണ്. ഞാൻ ഈ ഒരു മാസം ആയിട്ടുണ്ടാവും ഈ റോമാലേഖനം പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ മാസവും ഒരു ധ്യാനം നടത്താറുണ്ട്. അവിടെ 5 ദിവസത്തെ ധ്യാനം, റോമാലേഖന പഠനം. ഇത് ഈ വരുന്ന മാസമുണ്ട്. ഇനി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അതാണ്. അപ്പോൾ ഈ റോമാലേഖന പഠനം ബൈബിൾ സ്റ്റഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ റോമർ 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് വേഗത്തിൽ പഠിക്കും. അപ്പോൾ അങ്ങനെ ആ പഠനത്തിന് ഒരു സഹോദരി വന്നിരിക്കുകയാണ്. വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ വലിയ അത്ഭുതം. എന്താണ് അത്ഭുതം? അപ്പോൾ അത് ആ സഹോദരി എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛാ എൻ്റെ ഈ കൈ കുറേ നാളുകളായിട്ട് ഈ ഇടത്തെ കൈ പൊങ്ങില്ല. അപ്പോൾ എറണാകുളത്തുകാരാണ്. എറണാകുളത്തെ വളരെ പ്രസിദ്ധമായ 2 ആശുപത്രികളിൽ പോയി മരുന്നുകൾ പലതും കഴിച്ചെങ്കിലും ഈ കൈ പൊങ്ങില്ല. കൈ ഇങ്ങനെ ഇരിക്കുക. വലത്തെ കൈ ഒരു കുഴപ്പമില്ല, ഇടത്തെ കൈക്ക് ഇങ്ങനെ കൈ പൊങ്ങില്ല. കുറേ നാളായി ഇങ്ങനെ ആയിട്ട്. അപ്പോൾ അവർ ഈ ധ്യാനത്തിന് വന്നു. നമുക്കവിടെ കൺവെൻഷൻ ഇതാണ് അവസ്ഥയെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ ഇത്രയും പോലും പറയില്ല. എന്താ? രോഗികളെ സുഖപ്പെടുത്തുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ഒന്നും പറയാറേയില്ല. അപ്പോൾ അങ്ങനെ ഈ സഹോദരി അങ്ങോട്ട് വന്നു, ധ്യാനത്തിന് അങ്ങോട്ട് വന്ന് കയറി. സെഷനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ധ്യാനകേന്ദ്രത്തിൽ കുറേ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിന് വരുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി അങ്ങോട്ട് വന്ന് കയറി. അപ്പോൾ അവരുടനെ കൈയൊക്കെ അടിച്ച് പാട്ടുപാടി എല്ലാം മറന്നിങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സഹോദരിയും കൂടെ ആ കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ പാടി ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പാടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൈയടിച്ച് പാടുകയല്ലേ, ഈ സഹോദരി അങ്ങ് കൈയടിക്കാൻ തുടങ്ങി. കുറേ നേരം കൈയടിച്ച് കഴിഞ്ഞപ്പോൾ ഓർക്കുന്നേ, ദൈവമേ ഈ പൊങ്ങാത്ത കൈ കൊണ്ടാണ് ഇപ്പോൾ ഈ കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ കൈ ഇവിടോട്ട് വന്ന് കയറി ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഈ കൈ അങ്ങ് സുഖപ്പെടുകയും ഇപ്പം എന്നെ ഇങ്ങനെ കൈ പൊക്കി കാണിച്ചിട്ട് പറയുകയാണ്, ഇത് കുറേ കാലമായിട്ട് അനങ്ങാതെ ഇരുന്ന കൈയാണ്, ഇത് തന്നെ അങ്ങ് സുഖം പ്രാപിച്ചു. ഡാനിയലച്ചൻ കൈ വെച്ചോ? ഇല്ല. രോഗശാന്തി പ്രാർത്ഥന നടത്തിയോ? ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ മുമ്പിൽ പറയാനാണെങ്കിൽ എനിക്ക് കെട്ടുകണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. മാരക രോഗങ്ങൾ, ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജ് സുഖപ്പെട്ട്, തളർവാദ രോഗി വീൽ ചെയർ കളഞ്ഞ് എഴുന്നേറ്റ് പോയത്, ഇഷ്ടം പോലെ രോഗശാന്തികൾ. എന്നേ പറയാത്തതെന്നറിയാം? പറഞ്ഞാൽ മനുഷ്യരുടെ ശ്രദ്ധ മുഴുവൻ അതിനകത്തായി പോവും. പിന്നെ അവർ ഈ വചനം ശ്രദ്ധിക്കില്ല. പിന്നെ അവർക്ക് സുഖപ്പെടാൻ മാത്രമേ ആഗ്രഹം കാണൂ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, പക്ഷേ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ നോമ്പ് കാലത്ത് പത്തനംതിട്ട ജില്ല അവിടെ ആ രൂപതയുടെ ഒരു കൺവെൻഷൻ നടന്നു.
അപ്പോൾ ആ കൺവെൻഷൻ്റെ സമയത്ത് പിന്നെ എന്താ പറയുക, എനിക്ക് അസഹനീയമായ കാലുവേദനയാണ്. ഇതിങ്ങനെ ഒരുപാട് കൊല്ലമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളതാണ്, വേറെ പ്രത്യേകിച്ച് പൈശാചിക പീഡയൊന്നുമല്ല. ഇതിങ്ങനെ ആര് നിന്നാലും അവർക്ക് വരുന്ന അസുഖമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാലുവേദന കൊണ്ട് ഞാൻ നല്ല വിഷമിച്ചാണ് ഈ കൺവെൻഷന് പോണത്. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴൊക്കെ നല്ല പറയാം, കാരണം നോമ്പ് കാലമാണ്, എല്ലാ ദിവസവും കൺവെൻഷൻ. അപ്പോൾ ഈ രാവും പകലും ഇങ്ങനെ നിന്ന് ശരിക്കും നല്ല വേദനിച്ചാണ്. അപ്പോൾ എനിക്ക് കാലുവേദന എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഈ ആരാധനയുടെ സമയത്ത് രോഗികൾ വേഗം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് വേദന സഹിക്കാൻ വയ്യ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രോഗികൾക്ക് വേണ്ടി പെട്ടെന്ന് രോഗികളെല്ലാം പ്രാർത്ഥിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ പോരുന്നു. കഴിഞ്ഞ ജൂൺ മാസം 20-ാം തീയതി, ഡേറ്റ് ഞാൻ ഓർത്തിരിക്കാൻ ഒരു കാരണമുണ്ട്. അന്ന് ഒരാവശ്യത്തിന് ഞാൻ ഈ പത്തനംതിട്ടയിൽ ചെന്നാണ്, ജൂൺ 20-ാം തീയതി. അപ്പോൾ ജൂൺ 20-ന് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഒരാവശ്യത്തിന് ഒരു ഷോപ്പിൽ കയറി. ആ ഷോപ്പ് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി നടത്തുന്ന ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ കയറി. എനിക്ക് ആ കടയിൽ നിന്നൊരു സാധനം വാങ്ങണം, അതിന് കയറിയതാണ്. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് കയറിയപ്പോൾ എന്നെ കണ്ടപ്പോൾ ഈ ചേച്ചി അങ്ങനെ വാവിട്ട് കരയുകയാണ്. അച്ഛനെ ഞാൻ അവിടെ ഒന്ന് കാണാനിരിക്കുക എന്നും പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കരയാതെ എനിക്ക് ഈ സാധനം വേണം, കരയാതെ സാധനം തരുമോ, ഞാൻ പോട്ടെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ അച്ഛാ ഞാൻ അവിടെ വരാനിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, വന്നോളൂ, ഇനിയാണേലും വരാമല്ലോ, കരയാതെ സാധനം തരൂ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ അതല്ല, എനിക്ക് വലിയ കാര്യം പറയാനുണ്ട്. എൻ്റെ കാല് നോക്കാൻ എൻ്റെ കാല് നോക്ക് എന്നും പറഞ്ഞിട്ട് ഈ അവരുടെ വസ്ത്രം അങ്ങോട്ട് ഈ മുട്ട് വരെ പൊക്കിയിട്ട് അവരുടെ കാലെന്നെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ കാല് നോക്കുമ്പോൾ കാലിനകത്ത് എനിക്ക് നല്ല വെളുത്തൊരു ചെറിയാണ്, നല്ല വെളുത്തൊരു കാല്, അതിനപ്പുറത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കാലെ നോക്കാൻ പറയുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ കാലെ നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, കൊള്ളാം, നല്ല കാല്, എന്താണ് കാര്യം? അപ്പോൾ ഈ സഹോദരി എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ എൻ്റെ കാല് മുഴുവൻ വെരിക്കോസസ് ആയിരുന്നു, എൻ്റെ കാലെ മുഴുവൻ കറുത്ത് പടച്ച് കിടക്കായിരുന്നു അച്ഛാ, എൻ്റെ കാല് മുഴുവൻ. അപ്പോൾ ഞാൻ വീണ്ടും ആ കാലയിൽ നോക്കി. ആ കാലയിൽ ഒരു വെരിക്കോസസ് വെയിൻ പോലും കാണാനില്ല. എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ, നാമാൻ്റെ കുഷ്ഠം മാറി കുഞ്ഞിൻ്റെ ശരീരം പോയല എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു വെരിക്കോസസ് വെയിൻ പോലും. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്താണ്? കാരണം എനിക്ക് ഈ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഇത് എവിടെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്? ഇത് എങ്ങനെയാണ്? ഇത് എന്താണ് സംഭവിച്ചത്? എന്ത് മരുന്നാണ് ഇതിനുള്ളത്? അപ്പോൾ അവരുടെ അടുത്ത് പറയുകയാണ്, അച്ഛൻ പത്തനംതിട്ട കൺവെൻഷനിൽ അച്ഛൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിഷമിച്ച്, എൻ്റെ കർത്താവേ എൻ്റെ വെരിക്കോസ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അടുത്ത ദിവസം മുതൽ ഇതിങ്ങനെ കുറഞ്ഞു വന്ന് ദേ ഇപ്പോൾ എൻ്റെ കാലിൽ ഒരു പാട് പോലും, ഒറ്റ വെരിക്കോസിസ് വെയിൻ ഇല്ലാതെ, ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട കാര്യം ഞാൻ പറയുകയാണ്, ഒരൊറ്റ വെരിക്കോസിസ് വെയിൻ പോലും ഇല്ലാതെ പരിപൂർണമായിട്ട് കർത്താവ് സുഖപ്പെടുത്തി. അപ്പം ഞാൻ ഈ തൊട്ട് വരുന്നതിന് മുമ്പ് ഒരു ആന്തരിക സൗഖ്യ ധ്യാന കേന്ദ്രത്തിനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഈ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വന്ന ആളുകളിങ്ങനെ അവരുടെ നിയോഗങ്ങളെല്ലാം പേപ്പറിൽ ആദ്യം തന്നെ എഴുതി വാങ്ങിക്കും. ധ്യാനത്തിൽ വരുമ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രയാസം, അതിങ്ങനെ എഴുതി തരാൻ പറയും. അപ്പോൾ അത് എഴുതി ഇങ്ങനെ കെട്ടുകണക്കേണ്ടിരിപ്പുണ്ട്. ഞാൻ ഇൻ്റർവെല്ലിൻ്റെ സമയത്തെല്ലാം ഓരോന്ന് എടുത്ത് വായിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് കാലുവേദന, വെരിക്കോസിസ് കാരണമുള്ള ഒരുപാട് പേര് ഈ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചേച്ചിക്ക് ഉണ്ടായ ഈ രോഗശാന്തിയുടെ അനുഭവം ഞാൻ പറയുകയും അവരോട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, കാലുവേദനയൊക്കെ മാറും എന്ന്. ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, അച്ഛൻ ആ വെരിക്കോസ് വെയിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൽ വെരിക്കോസിസ് വെയിൻ കാണാനില്ല. ഇതെന്താ ഇതെനിക്കെന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുഖപ്പെട്ടുകൊണ്ടിരിക്കും പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, രോഗപീഠകളാൽ വലയുന്ന മക്കൾ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, കൺസേൺ എല്ലാം മാറ്റിവെച്ചോ, വചനം പഠിച്ചോ, കർത്താവ് സുഖപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഉറക്കെ പറ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ച്, രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിക്ക്. 10 പേര് നമ്മുടെ സ്വരം കേട്ടോട്ടെ. നന്നായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. മഹത്വം കർത്താവേ, അങ്ങേക്ക് മഹത്വം, ആരാധന. കർത്താവെ സുഖപ്പെടുത്തണേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ നന്ദി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പോൾ ഇനി ബാക്ക് ടു ദ ട്രാക്ക്. അപ്പം അത്രയും കാര്യം ഒരു പ്രേരണയിൽ അങ്ങ് പറഞ്ഞാണ്. ഇനി അടുത്തത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. എബ്രായർ 3-ാം അധ്യായത്തിൽ ഒരു വചനം വായിച്ചിരുന്നു. നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. അത് വ്യക്തമായോ? അത് വ്യക്തമായെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസത്തെ സജീവമായി നിലനിർത്തുന്നത് എങ്ങനെയാണ്? വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും 3 വഴികളിലൂടെയാണ്. നമ്മളതാണ് ഇപ്പോൾ ഈ മണിക്കൂർ ചിന്തിക്കാൻ പോണത്. വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും 3 വഴികളിലൂടെയാണ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും 3 വഴികളിലൂടെയാണ്. മനസ്സിലായി? There are 3 ways by which we receive faith. അപ്പോൾ അതിനെ നമ്മൾ കാണാൻ പോവുകയാണ്. അതിന് ആധാരമായി ഒരു വചനത്തിലേക്ക് നമുക്ക് കടക്കാം. യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 51-ാമത്തെ അധ്യായം എടുക്കുക. ഐസയ 51 എടുത്തോ. 1 മുതൽ ഉച്ചത്തിൽ വായിക്കുക. എല്ലാവരും എടുക്കണം. അതുവരെ ഒരു ഇത്തിരി സമയം കൊടുക്കാം, ഒരു 30 സെക്കൻഡ്സ്. എല്ലാവരും എടുക്കട്ടെ. ഐസയ 51. വായിക്കാവോ? ഇങ്ങനെ ദയവ് ചെയ്ത് വായിക്കരുത്. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നീ നാളെ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ആദ്യത്തെ സീറ്റ് മുതൽ ഇരിക്കണേ. ഇപ്പം ഇന്ന് ഇരിക്കണ്ട. എന്താണെന്നറിയാം, ഇതിനോടാണ് ഞാൻ പറയുന്നത് മുഴുവൻ. ഇപ്പം മരിച്ചുപോയ വിശ്വാസികളുടെ ആത്മാക്കളൊക്കെ കാണുമായിരിക്കും ചിലപ്പം, പക്ഷേ അവർക്ക് ഗുണമൊന്നുമില്ല ഇനി ഇത് കേട്ടിട്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിരിക്കണം, മുന്നോട്ട് വന്ന് ഇരിക്കണം. അപ്പോൾ ഈ സൈഡിൽ ഇരിക്കുന്നവരെയൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അധികം നിങ്ങളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നാൽ കുറച്ച് എളുപ്പമായിരുന്നു. ഓക്കെ, ഇനി പോട്ട്, സമയം കളയണ്ട. അപ്പോൾ ഉറക്കെ വായിച്ചേ. ഐസയ 51. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. അപ്പം അതാരാ? അത് കർത്താവിനെ അന്വേഷിക്കുന്നവർ, രക്ഷ തേടുന്നവർ. ആരാണത്? നമ്മളാണത്, അല്ലേ? നമ്മൾ ഓരോരുത്തരുമാണ് കർത്താവിനെ അന്വേഷിക്കുന്നവരും രക്ഷ തേടുന്നവരും. പ്രവാചകൻ പറയുന്നു, എൻ്റെ വാക്ക് കേൾക്കുവിൻ. എന്താണ് അദ്ദേഹം പറയുന്നത്? കേൾക്കാം. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. ഒരിക്കൽ കൂടെ വായിക്കുക. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറ, കുഴിച്ചെടുത്ത ഖനി. വെട്ടിയെടുത്ത പാറ, കുഴിച്ചെടുത്ത ഖനി. ഇംഗ്ലീഷിൽ എന്താണാവോ? ഓക്കെ, വെട്ടിയെടുത്ത പാറ, അങ്ങനെയാണോ അത് ഇംഗ്ലീഷിൽ? അതോ വേറെ വല്ലതും ആണോ? ഇപ്പൊ ക്ലിയർ ആയല്ലോ എന്താന്ന്. വെട്ടിയെടുത്ത പാറ, നിങ്ങളെ എവിടെ നിന്നാണോ വെട്ടിയെടുത്തത് ആ പാറ, സോഴ്സ്. നിങ്ങളെ കുഴിച്ചെടുത്തത് ഏത് ഖനിയിൽ നിന്നാണോ ആ സോഴ്സ്. അതാരെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? അബ്രാഹത്തെയും സാറായെയുമാണ് ഉദ്ദേശിക്കുന്നത്. പാറ അബ്രാഹം, ഖനി സാറ. ഒരിക്കൽ കൂടെ വായിക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, വായിച്ചേ. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. അടുത്ത വാക്യം. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. എന്തിനാണ് അവരെ നോക്കാൻ ആവശ്യപ്പെട്ടത്? എന്തിനാ ഇപ്പം അവരെ നോക്കുന്നത്? കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ,
നിങ്ങൾക്ക് ഇവരിൽ നിന്നെന്തോ പഠിക്കുവാനുണ്ട്. യു ഹാവ് സം ലെസൺസ് ടു ലേൺ ഫ്രം ഏബ്രഹാം ആൻഡ് സാറ. സോ ലുക്ക് അപ്പ് ടു ദം. ഏബ്രഹാം ആൻഡ് സാറ, അവരെ നോക്കുക, അവരിൽ നിന്ന് നിങ്ങൾക്ക് വിലപ്പെട്ടതെന്തോ പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ലുക്ക് ടു ഏബ്രഹാം യുവർ ഫാദർ ആൻഡ് സാറ ഹു ബോർ യു, ഫോർ വെൻ ഹി വാസ് ബട്ട് വൺ ഐ കോൾഡ് ഹിം. വായിച്ച അടുത്ത വാക്യം വായിച്ച മലയാളം. അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. അതൊന്ന് ഉറക്ക വായിച്ചേ. അതാണ് നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പോകുന്ന വചനം അതാണ്. അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. എന്നോട് ഉറക്കെ പറഞ്ഞേ. അബ്രാഹം ഏകനായിരിക്കെ, when he was but one I called him. അവൻ ഏകനായിരിക്കെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏകനായിരിക്കെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏകനായിരിക്കെ അവനെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താവും? അവൻ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ചിന്തിക്കാൻ പോണത്. അപ്പോൾ വിശ്വാസവുമായി റിലേറ്റഡായി അബ്രാഹം ഏകനായിരിക്കെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഡസ് ഇറ്റ് മീൻ? അതായത് he has no company എന്ന് പറഞ്ഞ കൂട്ടുവിശ്വാസികൾ ഇല്ല, അതാണ് ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ he has nobody to accompany him in his faith life. വേറെ ആരുമില്ല, ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇപ്പം നിങ്ങൾ നോക്കി, ഇപ്പം എനിക്ക് എന്തെങ്കിലും വിശ്വാസ സംബന്ധമായ പ്രതിസന്ധികളുണ്ടായാൽ എന്താണ് എൻ്റെ മുമ്പിലുള്ള വേ ഔട്ട്? ടു സീക്ക് ഹെൽപ്പ് ഫ്രം സംബഡി ഹു ഹാസ് ഫെയ്ത്ത്, അല്ലേ? വിശ്വാസ സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരിഷ് പ്രീസ്റ്റിനെയോ നിങ്ങളുടെ സ്പിരിച്വൽ എൽഡറിനെയോ ആരെങ്കിലും നിങ്ങൾക്ക് യു ഹാവ് റിക്കോഴ്സ് ടു ദം. ഓക്കെ. എന്നാൽ അബ്രാഹത്തിന് വിശ്വാസ സംബന്ധമായ ഒരു സംശയം വന്നാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. നോ പ്രീസിഡൻസ്, മുൻമാതൃകകളില്ല. അബ്രാഹത്തിന് നോക്കിപ്പഠിക്കാൻ മുൻമാതൃകകളില്ലാതിരിക്കെ ഏത് ദൈവം ഇടപെടുന്നു. എങ്ങനെ ഇടപെടുന്നു? ദൈവാനുഭവം. എന്തനുഭവം? കർത്താവിൻ്റെ സ്നേഹം. എന്ത് സ്നേഹം? ഇത്തരം ചോദ്യങ്ങൾ. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്? എന്താണ് ദൈവത്തോട് റിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ഡിസ്പോസിഷൻ? ദൈവത്തെ എങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നത്? കർത്താവിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇത്തരം ആത്മീയ പ്രശ്നങ്ങൾക്ക് അബ്രാഹത്തിൻ്റെ മുമ്പിൽ ഒരു ഉത്തരവും ഇല്ലാതിരിക്കെ, when he has no precedence, ഏകനായിരിക്കെ. പിടികിട്ടുന്നുണ്ടോ? അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ അബ്രാഹത്തിന് വിശ്വാസം കിട്ടിയത് ദൈവം ദാനമായി കൊടുത്തു. അങ്ങനെയല്ലേ? അബ്രാഹത്തിന് വിശ്വാസം കിട്ടിയത് ആസ് എ ഗിഫ്റ്റ്. അബ്രാഹത്തിന് വിശ്വാസം കിട്ടിയത് ഗിഫ്റ്റായിട്ടാണ്. ഗിഫ്റ്റ്. ലിസൺ ടു മീ. ആ ഗിഫ്റ്റ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, അബ്രാഹം ഒരിക്കൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ദൈവം ഒരിക്കൽ അബ്രാഹത്തെ വിളിക്കുകയാണ്. എബ്രഹാം. ആരോ വിളിച്ചു, അല്ലേ? എബ്രഹാം. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സ്വരം. ദൈവത്തിൻ്റെ സ്വരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ദാറ്റ് ഈസ് എ വെരി ക്യാപ്റ്റിവേറ്റിംഗ് വോയിസ്. ക്യാപ്റ്റിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ മേൽകീഴ് തകിടം മറിക്കുന്നൊരു സ്വരമാണത്. ആ സ്വരം നിങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു സ്വരമാണ്. ആ സ്വരം നിങ്ങളുടെ മുഴുവൻ ധാരണകളെയും ദിശാബോധങ്ങളെയും ലക്ഷ്യങ്ങളെയും മാറ്റിമറിക്കുന്നൊരു സ്വരമാണത്. ആ സ്വരമാണ് ഒരിക്കൽ സാവൂൾ കേട്ടത്. സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ആ സ്വരം കേട്ടപ്പോൾ അയാളുടെ ജീവിതം മാറി, അല്ലേ? സ്വരം. എബ്രഹാം ചേച്ചി ഉണർന്നു. എബ്രഹാം. ദൈവം വിളിച്ച ചേച്ചി എബ്രഹാമിനെ. എബ്രഹാം. അപ്പോ ഇദ്ദേഹം നോക്കുകയാണ്. ആരാന്ന് മനസ്സിലായില്ല. ആരാണ്? കൊന്നെ
ഹു ആർ യു? അപ്പോ ദൈവം പറയാണ്, ഞാൻ ദൈവമാണ്. അപ്പൊ അബ്രാഹത്തിന്റെ കുലത്തൊഴിൽ വിഗ്രഹ നിർമ്മാണമായിരുന്നു. ബാബിലോണിലെ ഊർ എന്ന പട്ടണത്തിൽ വിഗ്രഹ നിർമ്മാണമായിരുന്നു കുലത്തൊഴിൽ. അപ്പൊ അബ്രാഹത്തിന്റെ വീട്ടിൽ പല സൈസിലുള്ള ദൈവങ്ങൾ ഇരിപ്പുണ്ട്. ചെറിയ പോക്കറ്റ് എഡിഷൻ ദൈവമുണ്ട്, പിന്നെ ചെറിയ പോക്കറ്റിൽ ഇടാവുന്ന സൈസ് ദൈവമുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഒരു 2 അടി ദൈവങ്ങളുണ്ട്, 5 അടി ദൈവമുണ്ട്. അപ്പോൾ പല സൈസിലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വിഗ്രഹ നിർമ്മാണം കുലത്തൊഴിലായിരുന്ന അബ്രാഹത്തിൻ്റെ വീട്ടിൽ പല സൈസ് ദൈവങ്ങൾ ഇരിക്കുമ്പോൾ അബ്രഹാം ചോദിക്കുകയാണ്, ഇതിലെ ഏത് ദൈവമാണ് നീ ഇപ്പം എന്നെ വിളിച്ചത്? അപ്പം ദൈവം പറഞ്ഞു, ഈ ദൈവമൊന്നും അല്ല, ശരിക്കുള്ള ദൈവം, സത്യദൈവം, യഹോവ, ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ ദൈവം, ആ ശരിക്കുള്ള ദൈവം, സത്യദൈവം ഞാനാണ്. ഈ സ്വരം കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ സംശയമില്ല. അതിന് സ്വരം കേട്ടവരുടെ പ്രത്യേകത, അവർക്ക് സംശയങ്ങളില്ല, അവർക്കൊരു 1000 ചോദ്യമൊന്നുമില്ല. സാവൂളിന് ഈ സ്വരം കേട്ട് കഴിയുമ്പോൾ ഒരു 5000 ചോദ്യം ഉണ്ടോ? പിന്നെ അതങ്ങനെ ശരിയാവും, നീ അങ്ങനല്ലേ, ഇത് ഇങ്ങനാണോ, അതിങ്ങനാണോ, അങ്ങനൊന്നുമില്ല. ഈ സ്വരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നൊരു സ്വരമാണിത്, അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളും അവസാനിപ്പിക്കുന്നൊരു സ്വരമാണിത്. അപ്പം അതുകൊണ്ട് അബ്രാഹത്തിന് ഇനി ഒരു ചോദ്യമില്ല. സാറായിക്കാണെങ്കിലോ 5000 ചോദ്യമുണ്ട് സാറായുടെ കയ്യിൽ, അബ്രാഹത്തിൻ്റെ കയ്യിൽ ഒരു ചോദ്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വിളിച്ചപ്പോൾ എന്നാ ചെയ്യണ്ടേ? അപ്പോൾ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. അബ്രാഹം എന്ത് ചെയ്തു? അബ്രാഹം ഈ ദേശം കാണാതിരിക്കെ അത് വിശ്വസിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ വിശ്വാസം അബ്രാഹത്തിന് ലഭിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഘട്ടത്തിലൂടെ, പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടല്ല. പിന്നെ അബ്രാഹത്തിന് അത് ലഭിക്കുന്നത് ഒരു ദാനമായിട്ടാണ്. പുറകെ പറഞ്ഞേ ഹല്ലേലൂയ. അബ്രാഹത്തിന് വിശ്വാസം ലഭിക്കുന്നത് ഒരു ദാനമായിട്ടാണ്. അപ്പോൾ ഈ ദാനമായി ലഭിച്ചു. ഇത് ഒരു സാധ്യതയാണ്. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസ മേഖലയിൽ കുറവുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺമുമ്പിൽ കൺഫ്യൂഷൻസ് ആണെങ്കിൽ, നിങ്ങൾക്ക് സ്ഥായിയായ ഒരു വിശ്വാസത്തിൻ്റെ ധൈര്യം നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ, നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ, നിങ്ങൾ എന്താണ്? അബ്രാഹത്തെ പോലെ നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ എനിക്ക് എന്ത് ചെയ്യണം? വിശ്വാസം ഒരു ദാനമായി തരണമേ, വിശ്വാസം എനിക്കൊരു ദാനമായി തരണമേ, എനിക്ക് ഫെയ്ത്ത് തരണേ. ഞാൻ നിങ്ങളോട് പറയും, ഈ ആയുസ്സിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. ഈ ആയുസ്സിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദാനമാണ് വിശ്വാസം. വിശ്വാസമുള്ളവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഒരു ശക്തിക്കും വിശ്വാസമുള്ളവനെ പരാജയപ്പെടുത്താൻ പറ്റില്ല, വിശ്വാസമുള്ള ഒരാളെ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയാണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ദാനം ഫെയ്ത്താണ്. അപ്പം അതുകൊണ്ട് ഇതാണ് ഒരു സാധ്യത, ഇത് ദാനമായിട്ട് കിട്ടണം, ഒരു ദാനം, ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. അതുകൊണ്ടാണ് കാറ്റഗിസം പറയും, ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്. വിശ്വാസം ഒരു പ്രകൃത്യാതീത ദാനമാകുന്നു. ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്. ഞാനിത് പറയുന്നത് എന്തിനെന്നറിയാമോ? ഇത് ഞാൻ പറയുമ്പോൾ, ഈ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ വിശ്വാസം കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം കിട്ടും ഇത് പറയുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതങ്ങനെയാണ്. ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മളവിടെ ഈ നൈറ്റ് വിജിൽ നടത്തുമായിരുന്നു. നൈറ്റ് വിജിൽ, എനിക്ക് ഉറക്കം വരുന്നത്, അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ നൈറ്റ് വിജിൽ നടത്തുമായിരുന്നു കോവിഡിൻ്റെ സമയത്ത്. കോവിഡാണ്, ആർക്കും വരാനൊന്നും പറ്റില്ല. അപ്പോൾ അടുത്തൊക്കെയുള്ള ഒരു 5-6 കുടുംബങ്ങളുണ്ട്, അവരൊക്കെ വരും. ഞങ്ങളിങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് രാത്രിയിൽ നൈറ്റ് വിജിൽ. അപ്പോൾ നൈറ്റ് വിജിലിന് ഞങ്ങളുടെ അവിടുത്തെ ധ്യാനകേന്ദ്രത്തിലെ പാട്ടുകാരൻ പോൾസൻ ചേട്ടനാണ്. പോൾസൻ ചേട്ടൻ ചാലക്കുടി പോയിട്ട് അവിടുന്ന് കോവിഡ് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റാതെ ചാലക്കുടിയിൽ വീട്ടിൽ തന്നെ കിടക്കുകയാണ് മാസങ്ങളായിട്ട്. അപ്പോൾ ഇവിടെ ഈ സമയത്ത് പാട്ട് പാടാനൊന്നും ആരുമില്ല.
അപ്പം നമ്മൾ തന്നെ പാട്ട് നമ്മൾ പാരഡിയും നമ്മൾ എന്ന് പറഞ്ഞ പോലെ എല്ലാം നമുക്ക് പാട്ടൊക്കെ പാടി ഇങ്ങനെ രാത്രി മുഴുവൻ ആരാധനയാണ്. അങ്ങനെ അറിയാവുന്ന പാട്ടൊക്കെ പാടി എല്ലാവരും പ്രാർത്ഥിച്ച്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ ഈ പൊളിസൻ ചേട്ടനൊന്ന് വന്നായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് പാട്ടൊക്കെ പാടി രാത്രിയിൽ കുറച്ചുകൂടെ, രാത്രിയല്ലേ പകൽ തന്നെ മനുഷ്യന് ഉറക്കം വരികയാണ്, അന്നേരമാണ് രാത്രിയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് കുറേ നാളുകളായിട്ട് ഇമെയിൽ അയക്കുന്നത് എൻ്റെ ഓർമ്മയിൽ വന്നു. അവൻ എന്നോട് പറയുകയാണ്, അച്ഛൻ ഞാനൊരു പാട്ടുകാരനാണ്, എനിക്ക് അച്ഛനെ ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഒരു പാട്ടുകാരൻ ഉണ്ടല്ലോ, പിന്നെ ഒരു പാട്ടുകാരൻ്റെ കൂടെ ആവശ്യമില്ല ശരിക്കും, ഒരു പാട്ടുകാരൻ മതി. പക്ഷേ ഇപ്പോൾ പാട്ടുകാരൻ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടേ നല്ലതായിരുന്നു. ഇങ്ങനെ ഒരു മനസ്സാണ് അങ്ങനെ നിൽക്കുമ്പോൾ അവൻ വീണ്ടും 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 എനിക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛാ ഞാൻ വട്ടായിലച്ഛൻ്റെ അടുത്ത് പോയി ഒരു ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം വന്നു ഗാന ശുശ്രൂഷ ചെയ്യണമെന്ന്. അപ്പം ഞാൻ വട്ടായിലച്ഛൻ്റെ അടുത്ത് ചെന്ന്, അച്ഛാ ഞാൻ ഗാന ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ അനുഗ്രഹിച്ചിട്ട് നന്നായി വരട്ടെ മോനെ, നീ പോയി ഗാന ശുശ്രൂഷ അവന്ന് പറഞ്ഞ് എന്നെ അച്ഛന് മനസ്സിലാവാത്തായിരിക്കും അവൻ പറഞ്ഞത് അച്ഛൻ്റെ കൂടെ എനിക്ക് ഗാന ശുശ്രൂഷ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നല്ല തീരുമാനം, പൊക്കോടാ എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇനി അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അങ്ങോട്ട് അച്ഛൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല, കോവിഡാണ്. അച്ഛൻ്റെ അടുത്തോണ്ടാണ് എനിക്ക് പെട്ടെന്ന് വരാം. ഞാനിങ്ങനെ വെച്ചിരുന്നു, അത് നോക്കാം ഇങ്ങനെ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ നൈറ്റ് വിജിൽ അന്ന് രാത്രി നൈറ്റ് വിജിലുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ആയപ്പോഴത്തേനും ആലോചിച്ചു, ഇന്നും നമ്മുടെ ഈ അറിവോറം പാട്ടുമൊക്കെ ആയിട്ടാണല്ലോ ഇത് നടത്തേണ്ടതെന്നൊക്കെ ഞാൻ ഓർത്തപ്പോൾ ഈ ഒരുത്തനിങ്ങനെ വരാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവനെ ഒന്ന് നോക്കാം. അപ്പം ഞാൻ വരാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നൈറ്റ് വിജിലിൽ ഞാൻ കയറി. ഇവൻ കണ്ടില്ല, അവനെ അവിടെ കണ്ടൊന്നുമില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ വന്നിങ്ങനെ നിൽപ്പുണ്ട്, ഒരു പാവം, ഒരു സാധു എന്ന് പറഞ്ഞാൽ കണ്ട ഒരു പഞ്ചപാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവൻ പറയത്തില്ല, അങ്ങനത്തെ പാവം. അപ്പം ഞാൻ വിചാരിച്ചു പ്രാർത്ഥിക്കാൻ വല്ലതും വന്ന ആളായിരിക്കും ഓർത്ത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനാണ് മറ്റേ മെയിൽ അയച്ച പാട്ടുകാരൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ എപ്പോൾ വന്നാ? ഞാൻ 5 മണിക്ക് വന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ദ്രോഹി, നീ പിന്നെ വന്നിട്ട് നീ മിണ്ടാതെ ഇങ്ങനെ നിന്നാൽ മതിയോ പൂച്ചയെ പോലെ? നീ പറയണ്ടേ നീ വന്നെന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കോലാഹലം വല്ലതും കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ നിൻ്റെ കീബോർഡെല്ലാം വണ്ടിയിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനത്തവനാണ് ഇവൻ. അത്രയും എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പോലും പേടിയാണ്, ആരോടൊന്നും അത്രയും പോലും മിണ്ടാൻ പോലും പേടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും നീ കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലേ, ഇനിയിപ്പം അടുത്ത നൈറ്റ് വിജിലിൽ വാ. വരുമ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, വെള്ളം കുടിച്ച് വെള്ളം ഒഴിച്ച് മിണ്ടാതിരിക്കരുത്. വന്ന് അവിടെ പോയി കീബോർഡൊക്കെ എടുത്ത് വെച്ച് പാടണം കേട്ടോ. അടുത്ത പ്രാവശ്യം വന്ന് പാട്ടൊക്കെ അങ്ങ് പാടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഈ ആത്മാവുണ്ടെങ്കിൽ ഈ കീബോർഡിൽ ഇങ്ങനെ വിരൽ വെക്കുമ്പോൾ പ്രസൻസ് വരും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അത് ഈ ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇത് വലിയ പാട്ടുകാരൊന്നും ആവണമെന്നൊന്നുമില്ല. മനസ്സിലായോ? വലിയ പാട്ടുകാരൊന്നും ആവണമെന്നില്ല. അത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവസന്നിധിയിൽ എളിമയോടെ ശുശ്രൂഷ ചെയ്യുന്ന അല്ലെ കർത്താവിൻ്റെ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ കരുതി കീബോർഡ് വെച്ചാൽ പ്രസൻസ് വരും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോൾ ഈ സാധു ഇങ്ങോട്ട് വായിക്കുമ്പോൾ എൻ്റെ ദൈവമേ, കർത്താവുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ നിസാരക്കാരനല്ല. ഇവൻ മിണ്ടാനെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഇനി സംസാരിക്കുമ്പോൾ വെക്കും. സ്റ്റാമറിങ് ആണ്, സംസാരിക്കുമ്പോൾ സ്റ്റാമറിങ് ആണ്. ഒരു വാക്ക് പറയാൻ 15 മിനിറ്റ് എടുക്കും. അങ്ങനത്തെ സ്റ്റാമറിങ് ആണ്. പാവം തോന്നുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വെക്കുക. പക്ഷെ പാട്ട് പാടുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ നിനക്ക് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം, അപ്പം നീ എൻ്റെ കൂടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ വചന ശുശ്രൂഷ നടത്തുന്ന ആളാണ്. അപ്പം നമ്മുടെ ഒരു ഫോക്കസ് അതാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, പാട്ട് പാടിയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് ഓടാനൊന്നും ഞാൻ സമ്മതിക്കില്ല, അവിടെ ഇരുന്ന് മുഴുവൻ കേൾക്കണം. അങ്ങനെയാണ് നമ്മുടെ നിയമം. അപ്പോൾ നീ അതുകൊണ്ട് അവിടെ ഇരിക്കണം, ഇരുന്നിട്ട് ഞാൻ എന്താ പറയുന്നത് നീ കേട്ടോണം, എന്നിട്ട് അതനുസരിച്ച് വേണം നീ പാടാൻ. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ അച്ഛൻ്റെ ടോക്ക് ഒരേ നാളായിട്ട് കേട്ട് ഡയറി കണക്കിന് ഞാനെല്ലാം എഴുതി പഠിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ റോമാലേഖനം ഈ കോവിഡിൻ്റെ സമയത്ത് വളരെ രഹസ്യമായിട്ട് 10-30 പേരെ വിളിച്ചു കൂട്ടി 2-3 ദിവസം താമസിപ്പിച്ച് റോമാലേഖനം പഠിപ്പിക്കുകയാണ്. അങ്ങനെ റോമാലേഖനം പഠിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ റോമൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്
അസാധാരണമായ വിശ്വാസം ഉണ്ടാവാൻ തുടങ്ങി. ഭയങ്കര വിശ്വാസം. അങ്ങനെ വിശ്വാസം ഉണ്ടാവുകയും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ L&T എന്ന് പറയുന്നൊരു കമ്പനിയിലെ എനർജി ഓഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോമാണ്. ഇപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, ഓഫീസിലൊന്നും പോകണ്ട. എനിക്ക് ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യാനുള്ള അവരുടെ നാഷണൽ ടീമിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ മുഴുവൻ ഫ്ലൈറ്റിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ട്രാവൽ ചെയ്യാം. പിന്നെ എനിക്ക് ഏത് എയർപോർട്ടിൽ ചെല്ലുമ്പോഴും എന്നെ റിസീവ് ചെയ്യാൻ വണ്ടി വരും. എനിക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. സോ ഞാൻ അച്ഛൻ ഒരു ലീഫ്ലെറ്റ് തയ്യാറാക്കി തന്നാൽ ഞാൻ അത് ഇന്ത്യ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം. കാരണം ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ 5 പൈസ മുടക്കാതെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യാൻ പ്രൊവിഷനുള്ള ആളാണ്. അവിടെ ഞാൻ ചെയ്തോളാം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളൊരു ലീഫ്ലെറ്റ് തയ്യാറാക്കി. ആ ലീഫ്ലെറ്റുമായിട്ട് ഇവൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവൻ 5 ദിവസമാണെങ്കിൽ 3 ദിവസം ജോലി ചെയ്തിട്ട് ബാക്കി 2 ദിവസം അവൻ ഈ തെരുവിലിറങ്ങി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഹിന്ദിയിൽ, തെലുങ്കിൽ, കന്നഡയിൽ, ബംഗാളിയിൽ, വ്യത്യസ്ത ഭാഷകളിൽ പ്രിൻ്റ് ചെയ്ത ഈ സാധനം അവൻ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെ അവൻ 10,000-കണക്കിന് ലീഫ്ലെറ്റുകൾ ഓരോ സ്ട്രീറ്റുകളിലായി നിന്ന് വിതരണം ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കണം, സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടാത്തവനാണ്. പക്ഷേ ഇവൻ അസാധാരണമായൊരു ധൈര്യവും വിശ്വാസവും വന്ന് ഇവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞതോടുകൂടി അവൻ എവിടെയും പോയി. വാരണാസിയിലെല്ലാം പോയി. അവൻ എല്ലായിടത്തും എല്ലാ മനുഷ്യരുടെയും അടുത്ത് ഇത് ചെന്ന് യേശുവാണ് ഏക രക്ഷകൻ, യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല, നിത്യജീവൻ കിട്ടാൻ യേശു മാത്രമേ ഉള്ളൂ, ഇതിവൻ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുകയാണ്. അങ്ങനെ കർണാടകയിൽ വെച്ച് മെമു എന്ന് പറയുന്ന ട്രെയിനുണ്ട്. ഈ മെമു ട്രെയിനിൽ കയറി അവനിങ്ങനെ ലീഫ്ലെറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇവനെ കോളറിൽ പിടിച്ച് നിർത്തി. എന്നിട്ട് അയാൾ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അപ്പോൾ അവൻ താങ്ക് യു ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരാൾ ഇവനെ പിടിച്ച് തള്ളുകയും അവൻ്റെ ലീഫ്ലെറ്റ് വലിച്ചു കയറി കളയുകയും ചെയ്തു. അവൻ താങ്ക് യു ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ആ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു വരുമ്പോൾ പോലീസ് നിൽക്കുകയാണ്. പോലീസ് മറ്റേ ആളുടെ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇത് നീ ചെയ്യുന്നത് ലീഗലല്ല, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് പെനാൽറ്റി അടച്ചിട്ട് പോകാൻ പറഞ്ഞു. പെനാൽറ്റി ആയിട്ട് അവർ 500 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഇവൻ നോക്കുമ്പോൾ പേഴ്സിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല. അപ്പോൾ അവൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു വേണ്ട, ക്യാഷ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ATM ഇപ്പോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ATM പോകുമ്പോൾ ഇവൻ്റെ കൂടെ ഒരു പോലീസുകാരനെ വിട്ടു. ATM കുറച്ച് ദൂരെയാണ്. ATMയിലേക്ക് നടന്നു പോകുമ്പോൾ ആ പോലീസുകാരനോട് ഇവൻ യേശു ഏകരക്ഷകനാണെന്ന് പ്രസംഗിച്ചിട്ട് പോലീസുകാരൻ്റെ ഫോൺ വാങ്ങിച്ച് അതിനകത്ത് ഓഡിയോ ബൈബിൾ അവൻ്റെ ഭാഷയിൽ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയും അവനോട് അവിടെ വരെ സുവിശേഷം പറയുകയും തിരിച്ചിവിടെ വരെ സുവിശേഷം പറയുകയും ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇവനെ പെനാൽറ്റി പേ ചെയ്തിട്ട് അവനെ പിടിച്ച് ഇൻസ്പെക്ടറോട് അവൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ പെനാൽറ്റി അടച്ചു, അതുകൊണ്ട് സാർ എനിക്കൊരു 5 മിനിറ്റ് തരണം എന്ന് പറഞ്ഞ് ആ കസേരയിലിരുന്ന് ആ 5 മിനിറ്റ് യേശു ഏകരക്ഷകനാണെന്ന് അറസ്റ്റ് ചെയ്ത് പെനാൽറ്റി അടപ്പിച്ച പോലീസുകാരനോട് ആ ഇൻസ്പെക്ടറോട് പ്രസംഗിച്ച് ലീവ്ലെറ്റും കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, യേശുവിനെ പ്രതി അപമാനം സഹിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയതോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. ഇനി എനിക്ക് തല്ലൂടെ വാങ്ങിച്ചാൽ എനിക്ക് സന്തോഷമാവും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വിശ്വാസം ചില മനുഷ്യർക്ക് പെട്ടെന്ന് വിശ്വാസം കിട്ടുകയാണ്. ഇത് നിങ്ങൾക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ, യേശുവിനെ ടെസ്റ്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ ഒരു നോർമൽ ഫെയ്ത്ത് കൊണ്ട് പറ്റില്ല. പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് അപ്പുറത്തൊരു റാഡിക്കൽ ഫെയ്ത്ത് വന്നാലേ നിങ്ങൾ യേശുവിനെ സ്ട്രീറ്റിൽ പോയി പ്രീച്ച് ചെയ്യത്തുള്ളൂ, യേശുവിനെ കുറിച്ച് പറയത്തുള്ളൂ. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, എയർപോർട്ടിൽ വെച്ച്, മാർക്കറ്റിൽ പ്ലേസിൽ വെച്ചൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് യേശുവിനെ ഷെയർ ചെയ്യാൻ പറ്റണമെങ്കിൽ എ ഹയർ ഡിഗ്രി ഓഫ് ഫെയ്ത്ത് ആവശ്യമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അബ്രാഹത്തിന് ഈ വിശ്വാസം ദാനമായിട്ട് കിട്ടി. ഒരു വഴിയാണ് വിശ്വാസം കിട്ടുന്ന ഒരു വഴി ഞാൻ പറയുകയാണ്, ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. എന്തിനാ പറയുന്നത് അറിയാമോ? ഇത് നിങ്ങൾ ആഗ്രഹിക്കണം. എന്താ ആഗ്രഹിക്കണം? കർത്താവേ, എനിക്ക് വിശ്വാസം ഒരു ചുമ്മാ തരണമെന്നല്ല, ദാനമായി തരണമേ. ലോർഡ്, give me the grace, give me the gift of faith as a gift, free gift. ഇതെന്താ ഞാൻ പറയുന്നതെന്നറിയാമോ? നമ്മിത് ചോദിച്ചാൽ കിട്ടും. എല്ലാ നല്ല ദാനങ്ങളും സംശയമില്ലാതെ ചോദിക്കണം. യാക്കോബിന്റെ 1-ാം ലേഖനം, ജെയിംസ് ചാപ്റ്റർ 1. വേഗം എടുക്കുക, വേഗം. ഇനി സ്പീഡ് കൂടുകയാണ്, വണ്ടിയുടെ സ്പീഡ് കൂടുകയാണ്. വേഗം എടുക്കുക. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 6 വായിച്ചേ. 6-ാമത്തെ വാക്യം, സംശയിക്കാതെ
യാക്കോബ് 1:5 സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. അപ്പൊ ചോദിക്കുമ്പോൾ വിശ്വാസം വേണമെങ്കിലും വിശ്വാസത്തോടെ ചോദിക്കണം. വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചോദിക്കുന്നത് ലഭിക്കും എന്ന് വിശ്വസിച്ച് ഇപ്പോൾ നമ്മൾ ആ വചനം കേട്ടു കഴിഞ്ഞപ്പോൾ വചനം നമ്മളോട് പറയുകയാണ് എന്താണ്? അത് നമുക്ക് ലഭിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അതായത് വായിച്ചേ മർക്കോസ് 11:23, മാർക്ക് 11:23, മർക്കോസ് 11:23. വേഗം 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 വേഗം, സ്പീഡ്. മർക്കോസ് 11:23. സത്യമായി, കിട്ടിയവരുറക്കെ വായിക്ക്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതായത് ഇതെന്ത് ചെയ്യുക? വിശ്വാസത്തോടെ ചോദിക്കണം. കർത്താവേ, എന്താ ചോദിക്കേണ്ടത്? കർത്താവേ, എനിക്ക് വിശ്വാസം ഒരു ദാനമായി തരണമേ. എനിക്ക് വിശ്വാസം കർത്താവേ ഒരു ദാനമായി തരണമേ. ചോദിക്ക്. കർത്താവേ, വിശ്വാസം എനിക്കൊരു ദാനമായി തരണമേ, വിശ്വാസം എനിക്കൊരു ദാനമായി തരണമേ എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. നന്നായിട്ട് 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 ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് യെശയ്യാ 51 വായിക്കുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. അബ്രാഹം ഏകനായിരിക്കെ അവനെ ഞാൻ വിളിച്ചു. അപ്പം അതാണ് നമ്മൾ കാണുന്നത്. അവനെ ഇങ്ങനെ അബ്രാഹത്തിന് ദാനമായിട്ട് വിശ്വാസം കൊടുത്ത് ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഈസ് ദാറ്റ് ഈസി? ഈസ് ദാറ്റ് ഈസി? അല്ല. നിങ്ങളിപ്പോൾ അറ്റ്ലാന്റയിൽ താമസിക്കുന്നു, വിവിധ അല്ലെങ്കിൽ പല ഏതൊക്കെയോ സ്ഥലത്ത് താമസിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ താമസിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ഒന്ന് സെറ്റിലാവാൻ പെട്ട പാട് നിങ്ങൾക്കറിയാം. ഇവിടെ ഒന്ന് വേരുറപ്പിക്കാനും ഇവിടെ ഒരു കുടുംബം രൂപപ്പെടുത്താനും നിങ്ങൾ സഹിച്ച പെടാപ്പാടുകൾ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. തോമസ്, ആൻസി, ജാൻസി, പൊന്നമ്മേ, പെണ്ണമ്മേ, തങ്കമ്മേ, ദൈവം വിളിക്കുകയാണ്. ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്തുക ഇവിടുന്ന് നേരെ പോയി നീ ഛത്തീസ്ഗഡിൽ പോയി താമസിക്കുക. പോകാൻ പറയാണ്. ഈസ് ദാറ്റ് ഈസി? നോ. ഹ്യൂമൻലി സ്പീക്കിംഗ് ദിസ് ഈസ് റാദർ ഇമ്പോസിബിൾ, നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ അല്ലേ? അങ്ങനെയൊന്നും ആരും പോവില്ല. പോവോ? അങ്ങനെയൊന്നും ആരും പോവില്ലെന്ന്. അങ്ങനെയൊന്നും ആരും പോവില്ല, നോർമലി പോവില്ല. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അഗാധമായതും അസാധാരണമായതുമായ ഒരു വിശ്വാസം ദാനമായി ലഭിക്കണം. അപ്പം അങ്ങനെ വീട് വിട്ട് അബ്രാഹാം ഇറങ്ങിയെങ്കിൽ അത് അയാളുടെ ഏതെങ്കിലും സ്വാഭാവിക കഴിവുകളുടെ മേന്മ കൊണ്ടല്ല, മറിച്ച് അയാളിൽ വിശ്വാസം ഒരു ദാനമായി നൽകപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ അബ്രാഹത്തിന് അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹാം നേരെ വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, രാവിലെ ഒരു യാത്ര പോകാനുണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം എന്താ? എങ്ങോട്ട്? പിക്നിക്കാ? ടൂറാ? എങ്ങോട്ട്? ഇയാളുടെ മുമ്പിലെ പ്രശ്നം ഇയാൾക്ക് പറയാനൊരു ഉത്തരവില്ല. ഈ വിശ്വാസിയുടെ മുമ്പിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്തെന്നറിയോ? അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എല്ലാ കാര്യങ്ങളും വ്യക്തമായി അനാവരണം ചെയ്ത് അൺവെയിൽ ചെയ്ത് മനസ്സിലാക്കി തന്നിട്ടല്ല ദൈവം ഒരാളെ വിളിക്കുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും എല്ലാം ക്ലാരിറ്റിയോടെ മനസ്സിലാക്കി തന്നിട്ടല്ല വിളിക്കുന്നത്. ദൈവം വിളിക്കുമ്പോൾ കർത്താവ് തൊട്ടടുത്ത് എന്ത് ചെയ്യണമെന്നേ പറയൂ, അതിനടുത്ത് എന്ത് ചെയ്യണമെന്ന് പറയില്ല. അതുകൊണ്ട് വിശ്വാസിയുടെ മുമ്പിലെ പരീക്ഷണം സാറാ ചോദിക്കുന്ന ഈ ചോദ്യമാണ്, അതെ മനുഷ്യനെ എങ്ങോട്ടാ? എത്ര ദിവസത്തെ തുണി എടുത്ത് വെക്കണം? എന്ന് തിരിച്ചു വരുന്നേ? എവിടെ കിടക്കുന്നേ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. അങ്ങനെ രാവിലെ ഒരു തരത്തിൽ സാറായെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്തി വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക്
വഴിവെക്കിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ, ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ ദാ പത്രം വിറ്റിട്ട് അവറാച്ചനെതിരെ വരികയാണ്, വർക്കിച്ചനെതിരെ വരികയാണ്. ചോദിക്കുകയാണ്, അവറാനെ എവിടെ പോടാ രാവിലെ എവിടെ പോടാ ഭാര്യയൊക്കെ എവിടെ പോടാ? പറയാനൊരു മറുപടിയില്ല. ബസ്സേ കയറി കഴിഞ്ഞാലോ കണ്ടക്ടർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ? ടിക്കറ്റ് എങ്ങോട്ടാണ്? പറയാനൊരു ഉത്തരവില്ല. ഇതാണ് ഈ യാത്ര. അപ്പോൾ ഇങ്ങനെ ഈ മണ്ടൻ യാത്ര നടത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ലോകത്തിൻ്റെ കണ്ണിൽ ഒരു ഫൂളിഷ്നെസ് ആയ ഒരു യാത്ര നടത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? വിശ്വാസം വേണം. അത് എപ്പോഴും വിശ്വാസിയുടെ ജീവിതം ലോകത്തിൻ്റെ കണ്ണിൽ ഫൂളിഷ്നെസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു യാത്ര ഒരാൾ നടത്തുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പോയി അബ്രാഹാം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ അബ്രാഹത്തെ ദൈവം സംരക്ഷിച്ചു. പല വഴികളിലൂടെ അബ്രാഹാം പോയി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അബ്രാഹത്തിന് ഒരു സങ്കടമുണ്ട്. അപ്പോൾ ദൈവം ഒരിക്കലും അബ്രാഹത്തെ വിളിച്ചിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാം, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. അബ്രാഹാം ചിരിച്ചു. കാരണം എന്താണ്? 100ാമത്തെ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ. കേക്കിൻ്റെ നാറ്റം കയ്യെന്ന് പോയിട്ടില്ല. അന്നേരമാണ് പറയുന്നത് നിനക്ക് കൊച്ചുണ്ടാവുമെന്ന്. ഭാര്യയ്ക്ക് വയസ്സ് 90, ഞാൻ 100. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. സെഞ്ചുറി അടിച്ചിട്ട് നിൽക്കുന്ന ആളോട് പറയുന്നത് കൊച്ചുണ്ടാവുന്നു. അപ്പോൾ അബ്രാഹാം അത് ചിരിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നിനക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത സന്താനങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഏതായാലും ദൈവം വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനവുമായിട്ട് അബ്രാഹാം എങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. സാറായോടും പറഞ്ഞു, കർത്താവ് പറഞ്ഞിട്ടുണ്ട് മക്കളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് സാറായുടെ ഉപദേശപ്രകാരം ഹാഗാർ എന്ന ദാസിയിൽ നിന്ന് ഇസ്മായിൽ എന്നൊരു കുട്ടി ജനിക്കുകയൂടെ ചെയ്തു. എന്നാലും ദൈവം വാഗ്ദാനം പിൻവലിച്ചില്ല. മുന്നോട്ട് പോയി. ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ഇസഹാക്ക് എന്ന പേരുള്ള ഒരു കുട്ടി ജനിച്ചു. ഇപ്പൊ ഇസഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അവൻ ചിരിച്ചു എന്നാണ്. എന്തിനാണ് കൊച്ചിന് അങ്ങനെ പേരിട്ടത്? സാറ മാത്രമല്ല, ആദ്യം അബ്രാഹാം ചിരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറായും ചിരിച്ചു. ഇവർ രണ്ടുപേരും ഈ കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. അതായത് ഒരിക്കലും നടക്കത്തില്ല എന്നുള്ള ചിരിയായിരുന്നത്. അതുകൊണ്ട് ആ ചിരിയും ആ അവിശ്വാസത്തെയും എന്നും ഓർമ്മിക്കാനും ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാനും കുട്ടിക്ക് ഇസഹാക്ക് എന്ന് പേരിട്ടു. അങ്ങനെ ഇസഹാക്ക് വളർന്നു വരികയാണ്. അവൻ ഏതാണ്ട് ഒരു ഒത്ത വളർച്ചയെത്തിയ ഒരു ചെറുപ്പക്കാരനായി മാറുമ്പോൾ ഒരിക്കൽ ദൈവം അബ്രാഹത്തെ വീണ്ടും വിളിച്ചു. അബ്രഹാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഓമന മകനെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ കൊണ്ടുപോയി ബലി കഴിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടിയിലൂടെ, ഈ സന്തതിയിലൂടെ നിനക്ക് അനന്തരാവകാശികൾ, എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത സന്തതി പരമ്പരകൾ ഉണ്ടാകും എന്ന വാഗ്ദാനം നിലനിൽക്കെയാണ് ദൈവം അബ്രാഹത്തോട് പറയുന്നത്, നീ ഈ കുട്ടിയെ കൊണ്ടുപോയി ബലി കഴിക്കുക. അബ്രാഹാം ആരോടും ഒന്നും പറഞ്ഞില്ല. പെറ്റതള്ളയോടൊരു വാക്കിൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അബ്രാഹാം ഈ കുട്ടിയെയും കൂട്ടി വേലക്കാരെയും കൂട്ടി ഒരു കഴുതയുടെ പുറത്ത് വിറകടുക്കി 3 ദിവസം നീളുന്ന ഒരു യാത്ര ആരംഭിച്ചു. തിങ്കളാഴ്ച തുടങ്ങിയ യാത്ര വ്യാഴാഴ്ച തീരുകയാണ്. അങ്ങനെ 3 ദിവസം നീളുന്ന ഈ യാത്രക്കിടയിൽ അബ്രാഹാം ഓരോ രാത്രിയിലും തണുത്തുറഞ്ഞു കിടക്കുന്ന മലഞ്ചെരുവുകളിൽ എവിടെയോ ഒരു മരച്ചുവട്ടിൽ മകനെ ഇങ്ങനെ ഭാണ്ഡത്തിലുള്ള തുണിയൊക്കെ വിരിച്ച് കിടത്തിയിട്ട് മകൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഉറങ്ങാൻ പറ്റാതെ നെഞ്ചും തിരുമിയിരിക്കുന്ന ഒരു അപ്പൻ, നിലാവിൻ്റെ നീലവെളിച്ചം മകൻ്റെ മുഖത്തേക്ക് അരിച്ചിറങ്ങുന്ന പാതിരാത്രികളിൽ, ഉറക്കമില്ലാത്ത രാത്രികളിൽ മകൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്രാഹാം ദൈവത്തോട് 1000 തവണ ചോദിച്ചിട്ടുണ്ടാവും, കർത്താവേ, ഇതെന്തിനാണ് എന്നോട് ചെയ്യാൻ ഈ അരും കൊല നടത്താൻ, എൻ്റെ അരുമസുതനെ ഓമന മകനെ നിർദാക്ഷിണ്യം നിഷ്കരുണം വധിക്കാൻ, വകവരുത്താൻ, കൊല്ലാൻ എന്തിനാണ് എന്നോട് ഈ കടും കൃത്യം, കൊടിയ കൃത്യം ഈ ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്ന ഒരു ചോദ്യം ഇയാളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഉത്തരവൊന്നുമില്ല. അങ്ങനെ വല്ലാതെ വേവലാതിപ്പെട്ടിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇസഹാക്ക് അപ്പോൾ ഒരു ബാലനാണെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. എന്നാൽ കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇസഹാക്ക് അപ്പോൾ ഒരു ഒത്ത വളർച്ചയെത്തിയ ചെറുപ്പക്കാരനാണ്. അപ്പം ഈ യങ് മാൻ, അവന് മനസ്സിലായി അപ്പൻ എന്തോ ഒരു കാര്യത്തിൽ അസ്വസ്ഥനാണ്. അതായത് എവിടെയോ കൂട്ടിയാൽ കൂടാത്തതും ചേർത്താൽ ചേരാത്തതുമായ ഒരു പൊരുത്തക്കേട് ഇയാൾ ദർശിക്കുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ യാത്രക്കിടയിൽ മലയടിവാരത്തിൽ വേലക്കാരെ താഴെ നിർത്തിയിട്ട് മകൻ്റെ തലയ്ക്ക് മുകളിലേക്ക് വിറക് വെച്ച് കൊടുത്തിട്ട് മകനെയും കൊണ്ട് ഈ മല കയറുമ്പോൾ ഈ യാത്രക്കിടയിൽ
ആ മലയടിവാരത്തിൽ വെച്ച് മകൻ അപ്പനോട് ചോദിച്ചു, അപ്പാ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് അപ്പൻ്റെ മുഖത്ത്, എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുണ്ട്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു അവ്യക്തത അപ്പൻ്റെ മുഖത്തും മനസ്സിലും നിഴലാടുന്നുണ്ട്, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അപ്പനൊന്നും പറയുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പനോട് ഈ മകൻ വളരെ വേവലാതിയോടൊരു ചോദ്യം ചോദിച്ചു, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? ഒരു നെടുവീർപ്പോടുകൂടി അബ്രഹാം മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അങ്ങനെ ഈ യാത്ര മലയടിവാരത്തിലെത്തി. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഒരു ചെറിയ കുഞ്ഞ്, ഒരു കൈക്കുഞ്ഞൊരു 5, 6, 7, 8, 10 പരമാവധി അത്രയും വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ബലപ്രയോഗം നടത്തി കീഴ്പ്പെടുത്തി ഇവനെ പിടിച്ചു കെട്ടി ബലി കൊടുക്കാം. പക്ഷേ ഇസഹാക്കിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ, അബ്രാഹത്തെ പോലെ ഒരു വൃദ്ധന് ബലപ്രയോഗം കൊണ്ട് കീഴ്പ്പെടുത്തി ഈ ബലി നടത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ബലി നടക്കണമെങ്കിൽ അബ്രാഹത്തിൻ്റെ മുമ്പിലുള്ള ഏക പോംവഴി, ലിസൺ ടു മീ, ഏക പോംവഴി ഇസഹാക്കിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? ഇനി അബ്രാഹത്തിന് മുമ്പിലുള്ള ഏക പരിഹാര മാർഗം ഇസഹാക്കിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തൊട്ടടുത്ത ഒരു ചെറിയ കല്ലിൻ്റെ പുറത്തേക്ക് അബ്രാഹാം തളർന്നും വിവശനായും മടുത്തും ക്ഷീണിതനായും ദുഃഖിതനായും ചാരിയിരുന്നു കൊണ്ട് മകനെ അടുത്തേക്ക് വിളിച്ച് മകനെ ഇങ്ങനെ മടിയിലേക്ക് കിടത്തി അവൻ്റെ മൂർദാവിൽ ചുംബിച്ച് മുടിനാരുകളിൽ വിരലൊടിച്ച് ഈ അബ്രാഹാം എന്ന അപ്പൻ മകനോട്, ഇസഹാക്കിനോട് പറയുകയാണ്, മക്കളെ, അപ്പന് ഒരിത്തിരി കാര്യങ്ങൾ മോനോട് പറയാനുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം. വിശ്വാസത്തിൻ്റെ ഒരു വഴി ഞാൻ പറഞ്ഞു, ദാനം. രണ്ടാമത്തെ വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിസൺ ടു മീ. അപ്പോൾ ഇസഹാക്കിനോട് പറഞ്ഞു, മോനെ, അപ്പൻ ഒരുപാട് കാര്യങ്ങൾ മകനോട് പറയാനുണ്ട്. 80 വയസ്സുള്ള സമയത്ത് എന്നെ വിളിച്ചിട്ട്, 75 വയസ്സുള്ളപ്പോൾ എന്നെ വിളിച്ചിട്ട് വീടും കുടുംബവും കുലവും ഗോത്രവും നാടുമെല്ലാം ഉപേക്ഷിച്ച് ദൈവം പറഞ്ഞ വഴിക്ക് പോകാൻ എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ ആ ദൈവം എത്ര വിശ്വസ്തനായിരുന്നുവെന്ന് മോനെ ഓർമ്മയുറച്ച കാലം മുതൽ നിന്നോട് ഞാൻ വിവിധങ്ങളായ വിധങ്ങളിലും രീതികളിലും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ദൈവം എത്രമാത്രം വിശ്വസ്തനായിരുന്നുവെന്ന് പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഗതകാലങ്ങളിലേക്ക് മനസ്സുകൊണ്ടൊരു മടക്കയാത്ര പോകുമ്പോൾ അപ്പനറിയാം ദൈവം എത്രമാത്രം വിശ്വസ്തനായിരുന്നു. ദൈവം പറഞ്ഞതൊക്കെ ദൈവം പാലിച്ചു. മോനെ, അങ്ങനെ ഒരു വാഗ്ദാനത്തിന്റെ പിൻബലത്തിലാണ് നീ പോലും പിറന്നത്. 25 കൊല്ലം ആ വാക്ക് വിശ്വസിച്ച് അപ്പൻ കാത്തിരുന്നപ്പോഴാണ് എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിട്ടും ജീവിതത്തിന് സന്തോഷം നൽകുന്ന ഒരു ഓർമ്മയായിട്ടും മോനെ നീ പിറന്നു വീണത്, നിന്നെ എനിക്ക് കിട്ടിയത് was the result of a promise, was the result of his faithfulness. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുകയാണ് മകന്. അങ്ങനെ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ വഴികളിലൂടെ തന്നെ ദൈവം നയിച്ച വിധങ്ങൾ അബ്രാഹാം മകന് പറഞ്ഞു കൊടുത്തിട്ട് നിറമിഴികളുമായി അത് പറഞ്ഞു തരുന്ന അപ്പൻ്റെ കണ്ണുകളിലേക്ക് നിർനിമേഷനായി നോക്കിക്കിടന്ന് ഈ സംഭവങ്ങൾ, വിശ്വാസത്തിൻ്റെ വീരചരിത്രങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മകനോട് അബ്രാഹാം ഒന്ന് നിർത്തി, ഒന്ന് ശ്വാസം എടുത്തിട്ട് വീണ്ടും പറഞ്ഞു, മക്കളെ, ആ ദൈവം ഇപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിന്നെ ബലി കൊടുക്കണം. പോരുന്ന വഴിക്ക് മലയടിവാരത്തിൽ വെച്ച് നീ എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ, തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ദൈവം പറഞ്ഞ കുഞ്ഞാട് നീയാണെന്ന് ഇസഹാക്കിനോട് അബ്രാഹാം പറഞ്ഞു. ഒന്ന് കുതറി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഇസഹാക്കിനെ പതുക്കെ ഇങ്ങനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് അബ്രാഹാം പറഞ്ഞു, മക്കളെ, ഇനി അപ്പം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നും നിന്റെ സന്തതിയിലൂടെ ഈ ലോകത്തെ മുഴുവൻ ഞാൻ വീണ്ടെടുക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനം നിലനിൽപ്പുണ്ട്. ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടൽ തീരത്തെ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത മണൽത്തരികൾ പോലെയും വംശപരമ്പരകൾ ഉണ്ടാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനം ദൈവം തെറ്റിക്കില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ ഈ കഴുത്ത് മുറിച്ച് നിന്റെ ശിരസും നിന്റെ ഉടലും ഞാൻ രണ്ടാക്കിയാലും, എബ്രായ ലേഖനത്തിൽ ഒരു വചനം കിടപ്പുണ്ട്, മരിച്ചവരിൽ നിന്ന് തൻ്റെ മകനെ തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. മരിച്ചവരിൽ നിന്ന് പോലും തൻ്റെ മകനെ തിരിച്ചു തരാൻ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ആ വിശ്വാസം അബ്രാഹാം മകനോട് പറയുകയാണ്, മകനെ, നിന്നെ ഞാൻ നിന്റെ കഴുത്തും നിന്റെ ഉടലും ഒറ്റവെട്ടിന് രണ്ടാക്കിയാലും, നിന്നെ
ഒരു നിമിഷാർദ്ധത്തിൻ്റെ നൊടിനാഴിക നേരം കൊണ്ട് നിന്റെ ജീവനെ തിരിച്ചു തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നിന്നെ ദൈവം പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് തിരിച്ചു തരും. ലിസൺ ടു മീ. ഇത് അബ്രാഹത്തിൻ്റെ വാക്കുകളിലൂടെ, അബ്രാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നേരുള്ള, ജീവിതത്തിൻ്റെ സത്യസന്ധതയുള്ള, കാപട്യമില്ലാത്ത, കലർപ്പില്ലാത്ത അബ്രാഹത്തിൻ്റെ വിശ്വാസിയുടെ, വിശ്വസിച്ചവൻ്റെ, വിശ്വാസം ആഴപ്പെട്ടവൻ്റെ വാക്കിലൂടെ ഇസഹാക്കിൻ്റെ കാതുകളിലേക്കും ഹൃദയത്തിലേക്കും പ്രവേശിക്കുകയാണ്. ഇസഹാക്ക് പറയുകയാണ്, അപ്പൻ എന്നെ കൊന്നോ, എന്നെ കെട്ടിയിട്ടോ, എന്നെ കഴുത്ത് മുറിച്ചോ, എനിക്ക് വിശ്വാസമാണപ്പാ, നമ്മുടെ ദൈവം മരിച്ചവരിൽ നിന്ന് എന്നെ തിരിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ബലപ്രയോഗങ്ങൾക്ക് വിധേയനാവാതെ, സമ്മർദ്ദങ്ങളില്ലാതെ, ബാഹ്യപ്രേരണകളില്ലാതെ വിറകടുക്കിയത് ഇസഹാക്കായിരുന്നിരിക്കണം. ആ വിറകിന് മീതെ അവൻ സ്വമേധയാ കുരിശിൻ്റെ മീതെ കൈവിരിച്ച് ഈശോ കടന്നതുപോലെ ആ വിറകിൻ്റെ മീതെ ആ കുരിശിൻ്റെ നിഴലായ ഇസഹാക്ക് സ്വമേധയാ കയറി കിടന്നു. തോരാത്ത കണ്ണുനീരുമായിട്ട് അപ്പൻ മകനെ ബന്ധിച്ചു. മകനെ ബന്ധിച്ചിട്ട് മാറാപ്പിൽ ഒളിപ്പിച്ചു വെച്ച കൊലക്കത്തി കയ്യിലെടുത്ത് മകൻ്റെ കഴുത്തിന് നേരെ ആഞ്ഞു വെട്ടുമ്പോൾ ആകാശങ്ങളെ ഭേദിച്ച്, ദിഗന്ധങ്ങളെ ഭേദിച്ച് ദൈവത്തിൻ്റെ സ്വരമുയരുകയാണ്, അബ്രഹാം മകൻ്റെ മേൽ കത്തിവെക്കരുത്, മകൻ്റെ മേൽ കത്തിവെക്കരുത്, മകനെ വെറുതെ വിട്ടിരിക്കുന്നു. പകരം മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കുകയും അതിനെ ബലി കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ലിസൺ ടു മീ, ശ്രദ്ധിക്കുക. അതായത് ഈ കത്തി ഉയർന്ന് താണില്ല, ഈ കത്തി ഉയർന്ന് താണില്ല. പക്ഷേ ഉയർന്ന് താണത് അബ്രാഹാം എന്ന അപ്പൻ്റെ കയ്യിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഇസഹാക്ക് എന്ന മകൻ്റെ ശരീരത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് അപ്പോൾ ഉയർന്ന് താണ് ഇറങ്ങി ആവേശിച്ചത് എന്താണ്? കത്തിയല്ല, വിശ്വാസം. വിശ്വാസം, വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അബ്രാഹത്തിൽ നിന്ന്. അപ്പോൾ ചോദ്യം, ഇസഹാക്കിന് വിശ്വാസം കിട്ടിയത് എവിടെ നിന്ന്? ദാനമായിട്ടല്ല, പകർന്നു കിട്ടിയതാണ്. പകർന്നു കിട്ടിയതാണ്. ഒന്നാമത്തേത് ഗിഫ്റ്റ്, രണ്ടാമത്തേത് ട്രാൻസ്ഫർ. ഒന്നാമത്തേത് ഗിഫ്റ്റ്, രണ്ടാമത്തേത് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ, പകർന്നു കിട്ടിയ വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ വിശ്വാസം വരുന്ന രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പകർന്നു കിട്ടണം. അപ്പോൾ വിശ്വാസം ഉണ്ടാവണം, എന്ത് ചെയ്യണം? വിശ്വാസമുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടണം. വിശ്വാസം പോകുന്നത് എങ്ങനെയാ? വിശ്വാസമില്ലാത്തവരുമായുള്ള ഫ്രീക്വൻസിയാണ് വിശ്വാസം കളയുന്നത്. വിശ്വാസം ഉണ്ടാവുന്നത് എങ്ങനെയാ? വിശ്വാസമുള്ളവരുമായുള്ള സമ്പർക്കം, വിശ്വാസമുള്ളവരുടെ വാക്കുകൾ, വിശ്വാസമുള്ളവരുടെ സത്യസന്ധമായ വാക്കുകൾ. ആ വാക്കിനകത്ത് എന്തുണ്ട്? വിശ്വാസമുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ആരുടെയും വിശ്വാസം വളരുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കങ്ങനെ ഒരു ധാരണയില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ഒരു ജനതയുടെയും വിശ്വാസ ജീവിതം വളരണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്തുകൊണ്ട്? ഞാൻ രണ്ട് ജനതകളെ ഉദാഹരണമായിട്ട് കാണിക്കാം. ഒന്നാമത്തെ ജനത ഇസ്രായേൽ. ഇസ്രായേൽ എന്ന ജനത കണ്ടതുപോലെ അത്ഭുതങ്ങൾ ലോക ചരിത്രത്തിൽ ഒരു ജനതയും കണ്ടിട്ടില്ല. നോ നേഷൻ ഇൻ ദ വേൾഡ് ഹാസ് വിറ്റ്നസ്ഡ് ദ മിറക്കിൾസ് വിറ്റ്നസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. നോ നേഷൻ. ചെങ്കടലിൽ രണ്ടായി വെട്ടിമുറിക്കപ്പെടുന്നതും പാറ പിളർന്ന് വെള്ളം ഒഴുകുന്നതും മരുഭൂമിയിലൂടെ 40 കൊല്ലം ചെരുപ്പ് തയ്യാതെയും വസ്ത്രം കീറാതെയും ഒരു ജനതയെ നയിക്കുന്നതും ഒരു 5 വംശങ്ങൾ ഇടകലർന്ന് ജീവിച്ച കാനാൻ ദേശം എന്ന് പറയുന്ന വലിയ ബൃഹത്തായ ഒരു രാജ്യത്തെ ദൈവം യുദ്ധം ചെയ്ത് കീഴടക്കുന്നതും ഈ അത്ഭുതങ്ങളൊന്നും ലോകത്ത് വേറെ ഒരു ജനതയും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ജനതയും കണ്ടിട്ടില്ലാത്ത മഹാത്ഭുതങ്ങൾ കണ്ട ജനതയാണ് ഇസ്രായേൽ. പക്ഷെ അവര് പുത്രൻ വന്ന് ഇറങ്ങി നിന്നിട്ട് വിശ്വസിച്ചില്ല. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടൊന്നും ആളുകളുടെ വിശ്വാസം. രണ്ടാമത്തെ ജനതയാണ് കേരള ജനത. ലോകത്തൊരു ജനതയും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. സംശയമുണ്ടോ? ലോകത്തൊരു ജനതയും, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിറ്റ്നസ് ചെയ്തിട്ടില്ലാത്തത്ര മിറക്കിൾസ് നടന്ന സ്ഥലമാണ് കേരളം. എവിടെ? വിശ്വാസികൾ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
അതായത് ഈ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങിയെടുക്കാൻ ഓടിക്കൂടുന്ന ജനം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ എത്ര പേരുണ്ട്? അതായത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതായത് ഞാൻ ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ എന്നോട് അവർ ചോദിച്ചു, ഇതെന്ത് ഡ്രസ്സാന്ന് ചോദിച്ചു. ഈ നൈറ്റി പോലത്തെ ഡ്രസ്സ്, ഈ സാധനം. അവർ എന്നെ ചോദിച്ചു ഇതെന്താ, അവരുടെ ഭാഷയിൽ എന്നോട് ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തന്നെ നാണക്കേടായി പോയി. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഡ്രസ്സാന്ന് പറഞ്ഞു. ദിസ് ഈസ് മൈ ഡ്രസ്, ദിസ് ഈസ് മൈ യൂണിഫോം. അപ്പോൾ ഇത് എന്ത് യൂണിഫോം? പോലീസുകാരുടെ യൂണിഫോം കണ്ടിട്ടുണ്ട്, ആംബുലൻസ് ഡ്രൈവറുടെ യൂണിഫോം കണ്ടിട്ടുണ്ട്, സെക്യൂരിറ്റി യൂണിഫോം കണ്ടിട്ടുണ്ട്. ഇതെന്ത് യൂണിഫോം? അപ്പം ഞാൻ പറഞ്ഞു ഐ എം എ കാത്തലിക് പ്രീസ്റ്റ്, എൻ്റെ യൂണിഫോമാണിത്. ഓ, അപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ എന്നോട് പറഞ്ഞു ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഒരു കത്തോലിക്ക അച്ഛനെ കണ്ടിട്ട് ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം. ലിസൺ ടു മീ. ഞാൻ എന്താ ചെയ്തേ? എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല. ഓക്കെ, ആകെ എനിക്കറിയാവുന്നതാണ് കോന്നെ, ഖാന ഖായ, മേം ജഗത് കോ ജ്യോതി ഹേ, ജ്യോതി ഹൂം. ഇതൊക്കെയാണ് എൻ്റെ ഹിന്ദി. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ്. ഭാഷ അറിയാൻ പാടില്ല. ഭാഷ അറിയാമായിരുന്നിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പാടുപെടുകയാണ്. ഭാഷ അറിയാവുന്ന മലയാളം അറിയാവുന്ന ആളുകളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പാടുപെടുകയാണ്. അന്നേരമാണ് ഇനി അറിയാൻ വയ്യാത്ത ആളുകളോട് പോയി എല്ലാം വെച്ച് അറിയാൻ വയ്യാത്തവരോട് പോയി ഇനി. അപ്പോൾ എനിക്ക് ഐ എം ഹാൻഡിക്യാപ്ഡ്. വെൻ ഐ ഗോ ടു നോർത്ത് ഇന്ത്യ ഐ എം ഹാൻഡിക്യാപ്ഡ്. ഓക്കെ, അപ്പം എനിക്ക് അംഗവിച്ഛേദനം വന്ന ആളാണ് നോർത്ത് ഇന്ത്യ ചെല്ലുമ്പോൾ. ഭാഷയൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഹിന്ദി അറിയാവുന്ന ആളുകൾ എൻ്റെ ടീമിലുണ്ട്. അവർ പ്രസംഗിക്കും, ഞാനിങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കും. പിന്നെ ട്രാൻസ്ലേറ്റർ വെച്ച് കുറച്ചൊക്കെ പറയും. ഇതൊക്കെയാണ് എൻ്റെ അവിടുത്തെ സുവിശേഷ വേല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ചുമ്മാ പോയി നിന്നാൽ മതി, വെറുതെ ഈ വ്ളോഗ് ഇട്ട് വെറുതെ പോയി നിന്നാൽ മതി. ഒരു പ്രാവശ്യം പോയിട്ട് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ 50 പേരെ മാമോദിസ മുക്കാം. വെറുതെ നിന്നാൽ മതി. വെറുതെ ചുമ്മാ പറയുമല്ല, ചുമ്മാ വെറുതെ ഒരു ഗ്രാമത്തിൽ പോയി നിന്നാൽ മതി. വെറുതെ ഒറീസയിലെ ഒരു ഗ്രാമത്തിൽ കൂടെ ബൊലേറോ ജീപ്പിൽ സിസ്റ്റേഴ്സ് ഗ്രാമത്തിലൂടെ പോവുകയാണ്. ബൊലേറോ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുണ്ട്, മഹേന്ദ്രയുടെ ബൊലേറോ, ഒരു ജീപ്പാണത്. ഒരു 8-10 പേര് അതിനകത്തിരിക്കും. അങ്ങനെ കുത്തി നിറച്ച ആളുകൾ ഇരിക്കുന്നു. സിസ്റ്റേഴ്സ് ഏറ്റവും ബാക്ക് സീറ്റാണ്. അതിങ്ങനെ ഫേസ് ടു ഫേസ് ആണ് ആ സീറ്റ്, ഏറ്റവും ബാക്ക് സീറ്റ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഞെരുങ്ങി അതിനകത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആകെ കൂടെ ഫ്രണ്ടിൽ അച്ഛന്മാരും ഒക്കെ ഇരിക്കുന്നു, എല്ലാം ഇങ്ങനെ പാക്ഡാണ്. അപ്പോൾ സിസ്റ്റേഴ്സിന് ആകെയുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്ത് ഈ വിൻഡോയിലൂടെ ഈ ഗ്ലാസ്സിലൂടെ വെളിയിൽ നോക്കുകയാണ്. ഫ്രണ്ടിലോട്ട് നോക്കിയ ഒരു ആശ്വാസമില്ല, അച്ഛന്മാരിരിക്കുകയാണ്. അപ്പോൾ ഏക ആശ്വാസം എന്താണ്? ഈ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ ഈ ചെറിയൊരു ഗ്ലാസ്സിലൂടെ ഇങ്ങനെ അവർ പുറത്തോട്ട് നോക്കി ഇങ്ങനെ സിസ്റ്റേഴ്സ് ജാമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡിൽ ഹമ്പുള്ളത് ഈ ഒറീസയിലാണ്. ഇഷ്ടംപോലെ, അതായത് ഓരോ 100 മീറ്ററിലും ഹമ്പാണ്, ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഹമ്പാണ്. അപ്പോൾ ഈ വില്ലേജിലൂടെ പോകുന്ന സമയത്ത് ഈ വണ്ടി സ്പീഡിൽ നിന്നും പോകാൻ പറ്റില്ല. പതുക്കെ പറഞ്ഞു ഓരോ ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ ജീപ്പാണ്, ഇതിങ്ങനെ നല്ലതായിട്ട് അടിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹമ്പ് പതുക്കെ ഡ്രൈവർ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ സ്ഥലത്തും ശരിക്കും നടന്നു പോകുന്നവരാണ് വണ്ടിയിൽ പോണേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വില്ലേജിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഹമ്പ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ സിസ്റ്റേഴ്സ് വെളിയിലേക്ക് നോക്കി ഇങ്ങനെ കൈ കാണിച്ച് ഹായ്, ചുമ്മാ ഇങ്ങനെ കാണിച്ചാണ്. ഇന്ന് നമുക്ക് അവിടെ ഒരു പള്ളിയുണ്ട് ഈ കൈ കാണിച്ച സ്ഥലത്ത്. ഇതാണ് നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ. വെറുതെ പോയി നിന്നാൽ സുവിശേഷം സ്വീകരിക്കാൻ ആളുണ്ട്, കൈവീശി കാണിച്ചാൽ സുവിശേഷം സ്വീകരിക്കാൻ ആളുണ്ട്. ഇതാണ് നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ. മണിപ്പൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. മജോറിറ്റി സ്ഥലങ്ങളിലും സുവിശേഷത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലമാണ് ഇന്ത്യ. ലിസൺ ടു മീ. പക്ഷേ സങ്കടത്തോടെ ഇന്ത്യയിലെ ഒരു ബിഷപ്പ് 2019 എൻ്റെ അടുത്ത് പറഞ്ഞു, 55 പേർക്ക് മാമോദീസ കൊടുത്ത് വിട്ടിട്ട് അവരുടെ പുറകെ വിടാൻ എനിക്കൊരു അച്ഛനില്ല, ഒരു സിസ്റ്റർ ഇല്ല, ഒരു മിഷണറി ഇല്ല. എൻ്റെ ചോദ്യം, ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയ ലക്ഷക്കണക്കിന് ആളുകൾ എവിടെ പോയി? വേറെ ആർദേ? ഈ അച്ഛന്മാരെല്ലാം എവിടെ പോയി? വേറെ ആർദേ? ഈ സിസ്റ്റേഴ്സ് എല്ലാം എവിടെ പോയി? വേറെ ആർദേ? ഒരു കാര്യം എനിക്കതിൽ നിന്ന് മനസ്സിലായി, അത്ഭുതം കണ്ടതുകൊണ്ടൊന്നും ഒരു ജനതയുടെയും വിശ്വാസം വളരില്ല.
ഐദർ ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓർ ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരപ്പെടണം. ഞാനിത് പറയുന്നതിനെന്നറിയാം, അമേരിക്കയിൽ ഇനി അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ ഈ സ്ഥിതിയാവില്ല, ഇന്ത്യയിലെ സ്ഥിതി ഈ സ്ഥിതിയാവില്ല. ഇപ്പോൾ AI-യും ChatGPT-യും ഒക്കെ ഉള്ളൊരു കാലമാണിത്, അല്ലേ? വേറൊരു സമാന്തര മതങ്ങൾ രൂപപ്പെടുന്ന കാലമാണ്. ഇനിയുള്ള നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ മുഖവുമായിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്ന ടെക്നോളജി വളരെ ഭയങ്കര കൊണ്ട് ഇനി വെറുതെ ഉള്ളില് വല്ല തലേൻ്റെ അടി വല്ലതും ഒളിപ്പിച്ച് വെക്കുമോ, അങ്ങനെ വല്ലതും ചെയ്യാവൂ ഇനി. കാരണം എന്താണെന്ന് അതായത് ഈ മുഴുവൻ ഈ ടെക്നോളജി വന്നിട്ട് ഇനി ഈ ടെക്നോളജി നമ്മുടെ കഴുത്തിന് പിടിക്കും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ലിസൺ ടു മീ. ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു ലോകം വരാൻ പോവാ. ഒട്ടും വിശ്വാസമില്ലാത്തവർ. ആ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ അടുത്തൊരു ജനറേഷനെ രൂപപ്പെടുത്തും? ഈശോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ മടങ്ങി എത്തുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ എങ്ങനെ? ഇത്രയേ ഉള്ളൂ, വിശ്വാസമുള്ളവരുടെ സമ്പർക്കത്തിലൂടെയാണ് വിശ്വാസം വളരുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 2 കാര്യങ്ങൾ. ഒന്ന്, ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. 2, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്. ഇത് പകരപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ വിശ്വാസമുള്ളവരെ കേൾക്കണം, വിശ്വാസമുള്ളവരോട് സംസാരിക്കണം, വിശ്വാസമുള്ളവരോട് ഫ്രീക്വൻ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ വിശ്വാസം വളരുന്നത്. ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ലൂക്കാ 17:5 അപ്പോസ്തലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇരിക്കാം. അപ്പോൾ നമ്മൾ വിശ്വാസത്തെ സംബന്ധിച്ച ചില പാഠങ്ങളാണ് ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞത്, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു കൊണ്ടേയിരി. അപ്പോൾ വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയത്തിൽ എപ്പോഴും വിശ്വാസം ലൈവായി നിലനിർത്തുക, എപ്പോഴും വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചലഞ്ച്, എപ്പോഴും വിശ്വസിക്കുക. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ അടുത്തതായി മനസ്സിലാക്കിയത്, വിശ്വാസം ലഭിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ എത്ര മാർഗങ്ങൾ നമുക്ക് മനസ്സിലായി? 2. എന്തൊക്കെയാണത്? ദാനമായി ലഭിക്കുന്ന വിശ്വാസം, 2 പകർന്നു കിട്ടുന്ന വിശ്വാസം. അപ്പോൾ ദാനമായി ലഭിക്കാൻ 2 വചനങ്ങൾ ഞാൻ പറഞ്ഞു. ലൂക്കാ 17:5. അതെന്താണ്? അപ്പോസ്തലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അടുത്തത് എഴുതി വെച്ചോളുക, മാർക്ക് 9:24. മർക്കോസ് 9:24. കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന് പറയാമോ? എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന് പറയാമോ? എൻ്റെ അവിശ്വാസം പരിഹരിച്ച്. അപ്പോൾ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു. എന്ത് വിളിച്ചു പറഞ്ഞു? ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് ലൂക്കാ 17:5, 2 മാർക്കോസ് 9:24. അപ്പോൾ ആ 2 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് 3ാമത്തെ വഴി. അതെന്താണ്? വിശ്വാസം ലഭിക്കുന്നത് എങ്ങനെ? റോമാലേഖനം 10:17 വായിക്കാം. റോമൻസ് 10:17. റോമാലേഖനം 10:17 വായിക്കാവോ? ഫെയ്ത്ത് കംസ് ഫ്രം വാട്ട് ഈസ് ഹേർഡ്. വാട്ട് ഈസ് ഹേർഡ് കംസ് ഫ്രം ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. മലയാളം വായിക്കാം. ആകയാൽ വിശ്വാസം, ഞരങ്ങല്ലേ, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അപ്പോൾ 3ാമത്തെ വഴി, വിശ്വാസം ലഭിക്കാനുള്ള 3ാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്? വഴി കേൾക്കുക. എന്ത് കേൾക്കുക? ക്രിസ്തുവിനെ കുറിച്ചുള്ള
പ്രസംഗം. പ്രസംഗം എന്ന് പറഞ്ഞാൽ റേമ എന്നാണ്. റേമ എന്ന് പറഞ്ഞാൽ വചനമാണ്. വചനം ശ്രദ്ധിക്കാവോ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, കേൾക്കാത്തവരുണ്ടാവും. ലോഗോസും റേമായും എന്തൊക്കെയാണ്? ലോഗോസും ലൂക്കോസും രമയും അല്ല, ലോഗോസും റേമായും. അതെന്താണ് ലോഗോസും റേമായും? രണ്ടും എന്താണ്? വചനം. രണ്ടിൻ്റെയും മലയാളം എന്താ? വചനം. മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ എല്ലായിടത്തും വചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം. എന്നാൽ അത് ഗ്രീക്കിൽ വരുമ്പോൾ ലോഗോസ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോഗോസ്. ഇനി മറ്റൊരിടത്ത് പറയുന്നു, എന്താണ്? മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങൾ കൊണ്ടുകൂടിയുമാണ്. അവിടെ എന്താണ്? ലോഗോസ് അല്ല, പിന്നെന്താ? റേമ. RHEMA, റേമ. അപ്പോൾ ചിലയിടത്ത് ലോഗോസ്, ചിലയിടത്ത് റേമ. ഇപ്പോൾ ചിലയിടത്ത് പറയാണ്, വേറൊരിടത്ത് പറയാണ്, എഫേസോസ് 5 പറയാണ്, 6 പറയാണ്, എന്താണ്? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ. അവിടെ ഏതാണ്? ലോഗോസ് ആണോ റേമയാണോ? അവിടെ റേമ, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ, അല്ലേ? അപ്പോൾ വേറൊരിടത്ത് പറയുകയാണ്, എന്താണ്? ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അവിടെ എന്താണ്? ലോഗോസ് ആണോ റേമയാണോ? റേമ. അവിടെ എല്ലാം റേമയാണ്. മനസ്സിലായി? ലോഗോസ് ഉണ്ട്, പലയിടത്തും ഉണ്ട്. അപ്പോൾ ഗ്രീക്കിൽ വരുമ്പോൾ ഇത് ലോഗോസ് എന്ന് ചിലയിടത്ത് ഉപയോഗിക്കും, റേമ എന്ന് ഉപയോഗിക്കും. രണ്ടും വചനമാണ്. ഇവിടെ എന്താണ്? റേമ. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്നാണ് മലയാളത്തിൽ. യഥാർത്ഥത്തിൽ എന്താണ്? വചനം എന്നാണ്. ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കണം. എനിക്ക് 5, 10, 15, 20, 25, 30 30 മിനിറ്റ്സ് ഉണ്ട്. ഇനി 30 മിനിറ്റ്സ്. ഈ 30 മിനിറ്റ്സ് കൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾ എന്നെ നേരത്തെ കേട്ടിട്ടുള്ളവരായിരിക്കും. കേട്ടിട്ടുള്ളവർക്ക് അറ്റവും മുറിയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർക്ക് ഇത് പുതുതായിട്ട് കേൾക്കുകയായിരിക്കും. കേട്ടവരും കേൾക്കാത്തവരും എല്ലാം നന്നായി ഹൃദയം തുറന്ന് ശ്രദ്ധിക്കണം. ഈ 30 മിനിറ്റ് കൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കേൾക്കാൻ പോവാണ്. എന്താണത്? വിശ്വാസം. എന്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എന്താണ് വിശ്വാസം? അപ്പോൾ ഇതിന് ഞാൻ സാധാരണയായി പറയുന്ന, പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണം, നല്ല ഉദാഹരണം ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ 15-ാമത്തെ വയസ്സിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നാണ്. 15-ാമത്തെ വയസ്സിൽ. ഇപ്പോൾ എത്ര വയസ്സായെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 28 വയസ്സായി. അതായത് ഇപ്പോൾ എനിക്ക് 44 വയസ്സായി. അപ്പോൾ എത്ര കൊല്ലമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്? ഞാൻ കണക്കിന് തോറ്റ ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അത്രയും വർഷമായിട്ട് ഞാൻ എവിടെയുണ്ട്? ഈ തിരുവനന്തപുരത്തുണ്ട്. ഓക്കെ. ഈ തിരുവനന്തപുരത്ത് ഞാൻ വന്ന കാലം മുതൽ, എൻ്റെ 15-ാമത്തെ വയസ്സിൽ 1995, അതെ, അന്ന് വന്ന കാലം മുതൽ എല്ലാ കൊല്ലവും തിരുവനന്തപുരത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ കാരണം സ്ത്രീകളാണ് അവിടെ വരുന്നത് മുഴുവൻ. ഞാൻ ഈ ആറ്റുകാൽ പൊങ്കാല വിശദീകരിക്കാൻ വന്നതല്ല, ഇവിടെ ഉദാഹരണമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ കൊല്ലവും ഈ പൊങ്കാലയ്ക്ക് സ്ത്രീകൾ വന്ന് തിരുവനന്തപുരം നിറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ ആര് പറഞ്ഞിട്ട് വരുന്നതാണ്? ഇതൊക്കെ ആര് പബ്ലിസിറ്റി കൊടുത്തിട്ട് വരുന്നതാണ്? നമ്മുടേതുപോലെ ഒരു സംവിധാനവും ഇല്ല ആ മതത്തിന്. ആരൊക്കെയോ പറഞ്ഞ് കേട്ട് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിൽ ഈ സ്ത്രീജനങ്ങൾ കേരളത്തിൽ നിന്ന് മുഴുവൻ വന്ന് ചാടുകയാണ് തിരുവനന്തപുരത്ത്. എന്നിട്ട് അവർ വന്ന് പൊങ്കാലയിടും. പോട്ടെ, ഓരോ കൊല്ലം കഴിയും തോറും പൊങ്കാലയിടാൻ വരുന്ന ചേച്ചിമാരുടെ എണ്ണം കുറയുകയല്ല, കൂടുകയാണ്. പണ്ടൊക്കെ ഇത് സിറ്റിക്കകത്ത് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഇത് ഔട്ടർ
ഈ ഏരിയയിലേക്ക് വന്ന് എല്ലാ സ്ഥലത്തും റോഡ് സൈഡിലാണ് ഇവർ ഇതുങ്ങളിങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഓരോ കൊല്ലവും, കർത്താവേ ഇതുമാത്രം സ്ത്രീകളാണ് വന്ന് ചാടുന്നത്. അതിനകത്ത് കുറേ മാമോദിസ മുങ്ങിയ എണ്ണവും പോയിരിക്കുന്ന കാണാം, ചലവും കെട്ടിയൊക്കെ, പിന്നെ കലവും ചട്ടിയൊക്കെ ആയിട്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഉണ്ടല്ലോ, മതസൗഹാർദ്ദം പ്രകടിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുന്ന. നിങ്ങൾ വല്ലതും പോയതാണോ? മൊബൈലും ഓഫ് ചെയ്ത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഈ പൊങ്കാലയ്ക്ക് വന്ന ജനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, എന്തുകൊണ്ടാണ് വരുന്നത്? അതായത് അവർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവരുടെ എന്തോ ഒരു കാര്യം പോരട്ടെ നടന്നു കിട്ടി. അപ്പോൾ അവർ ചെന്നിട്ട് അടുത്ത വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞു, ഞങ്ങൾ പോയി പൊങ്കാല ഇട്ടപ്പോൾ ഞങ്ങളുടെ ഒരു കാര്യം നടന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിയും പൊങ്കാല ഇടാൻ വന്നിരിക്കും. ഇനി ഈ ചേച്ചി വരുമ്പോൾ അവരുടെ എന്തോ ഒരു കാര്യം, എല്ലാവരുടെ എല്ലാ കാര്യം നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇങ്ങനെ ആയിരിക്കണം ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ശരിയല്ലേ? ശരി. അപ്പോൾ ശ്രദ്ധിക്കുക, പൊങ്കാലയിടാൻ കൊല്ലാകൊല്ലം വർഷാവർഷം തിരുവനന്തപുരത്ത് എത്തുന്ന ചേച്ചിമാർക്ക് എന്തോ ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ ടോപ്പിക് എന്താണ്? വിശ്വാസം. എന്തോ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ചേച്ചിക്കും ശബരിമല പോകുന്ന ചേട്ടനും മക്കയെ പോകുന്ന ചേട്ടനും എല്ലാവർക്കും എന്തുണ്ട്? വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തെ ഡിഫൈൻ ചെയ്യുക. എന്താണ് അവരുടെ വിശ്വാസം? അവരുടെ വിശ്വാസം എന്താ? നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മതങ്ങളിലെ മനുഷ്യർക്കുള്ള വിശ്വാസം. എല്ലാ മതങ്ങളിലും മനുഷ്യർക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം, ഡിഫൈൻ ദാറ്റ് ഫെയ്ത്ത്, അതിനെ ഞാൻ വിളിക്കുന്ന പേര് കോമൺ ഫെയ്ത്ത് എന്നാണ്. കോമൺ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് കോമൺ ടു ഓൾ റിലീജൻസ്. ഫെയ്ത്ത് കോമൺ ടു ഓൾ റിലീജൻസ്, എല്ലാ മതങ്ങളിലെ എല്ലാ മതവിശ്വാസികൾക്കുമുള്ള വിശ്വാസം. അപ്പം ഡിഫൈൻ, ആ ഫെയ്ത്തിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് എന്തായിരിക്കും ആ വിശ്വാസം? ആ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്ന വിശ്വാസം. എഗ്രീഡ്? സമ്മതിച്ചോ? ഇതാണ് ലോക മതങ്ങളിലെ മതവിശ്വാസികളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തോട്, അവരേത് ദൈവത്തെയാണോ അവരുടെ ദൈവമായിട്ട് കാണുന്ന ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്നതാണ് എന്ത്? വിശ്വാസം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. അപ്പോൾ ശ്രദ്ധിക്കുക, കോമൺ ഫെയ്ത്ത്. പൊങ്കാലയ്ക്ക് എത്തുന്ന ചേച്ചിക്കും ശബരിമലയിൽ പോകുന്ന ചേട്ടനും മക്കയിൽ പോകുന്ന ചേട്ടനും എല്ലാം പൊതുവായിട്ടുള്ളത് പ്രാർത്ഥിച്ചാൽ ദൈവം കാര്യങ്ങൾ സാധിച്ചു തരും എന്ന വിശ്വാസം. ലിസൺ ടു മീ. എൻ്റെ ചോദ്യം, ഇതാണോ ക്രിസ്ത്യൻ ഫെയ്ത്ത്? ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ക്രിസ്ത്യാനിയുടെയും വിശ്വാസം എന്നാണ്. ഒരുപാട് പേരുടെ മനസ്സിൽ കിടക്കുന്ന ചിന്ത ഇതാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ക്രിസ്ത്യാനി എന്താണ്? പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും. അതാണ് വിശ്വാസം. നോ. എന്നാൽ ഈ വിശ്വാസം തെറ്റാണോ? അല്ലല്ല, ഈ വിശ്വാസം തെറ്റല്ല. എന്ത്? നമ്മൾ ദൈവത്തോട്, കർത്താവല്ലേ പറഞ്ഞേ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കാൻ. ഈ വിശ്വാസം, ഈ കോമൺ ഫെയ്ത്ത് തെറ്റല്ല. ഇതെല്ലാ മതങ്ങളുടെയും ഫസ്റ്റ് ഫേസ് ആണ്. ലോകത്തൊരു മതത്തിനും അടുത്ത തലത്തിലൊരു വിശ്വാസം ഇല്ല, ക്രിസ്ത്യാനിക്കൊഴിച്ച്. വേറൊരു മതത്തിന്, എല്ലാ മതത്തിനും ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ സാധിക്കുമെന്ന ഉറപ്പ്. നാം ബൈബിൾ പറയുന്നു, വിശ്വാസം എന്നത് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന ഉറപ്പല്ല. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത്. ഹീബ്രൂസ് 11:1 വായിക്കൂ. ഹെബ്രായർ 11:1, ഹെബ്രായർ 11:1 വേഗം വായിക്കുക. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഒന്നുകൂടെ വായിക്ക്. വിശ്വാസം എന്നത്
പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. ക്ലിയർ? അപ്പോ പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പല്ല ഇവിടുത്തെ വിശ്വാസം. ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് സ്പെസിഫിക്, പെക്യൂലിയർ, യുണീക്ക് ടു ദ ക്രിസ്ത്യൻ റിലിജൻ. ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്താണ്? ദ അഷ്വറൻസ് ദാറ്റ് ഐ വിൽ റിസീവ് വാട്ട് ഐ ഹോപ്പ് ഫോർ. ഞാൻ പ്രതീക്ഷയല്ല, പ്രത്യാശിക്കുന്നത് എനിക്ക് ലഭിക്കും. കോമൺ ഫെയ്ത്തോ? ഞാൻ ആശിക്കുന്നത് എനിക്ക് കിട്ടും. ഉദ്ദിഷ്ട കാര്യ സാധ്യം. ആശിക്കുന്നത് കിട്ടുന്നതാണ് കോമൺ ഫെയ്ത്ത്. ക്രിസ്ത്യൻ ഫെയ്ത്തോ? പ്രത്യാശിക്കുന്നത് ലഭിക്കുന്നതാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. കേൾക്കുന്നുണ്ടോ? മടുത്തോ? മടുത്തേക്ക് നിർത്താം. മടുത്തോ? പ്രത്യാശിക്കുന്നത് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ഈ പ്രത്യാശിക്കുന്നത്? ബൈബിളിൽ പ്രത്യാശ എന്ന് പറയുന്ന വാക്ക് എവിടെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം അത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലോകത്തെ കാര്യങ്ങളോ കുറിച്ച് പറയാനല്ല, മറിച്ച് നിത്യമായ കാര്യങ്ങളെക്കുറിച്ച്, സ്പിരിച്വലായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പ്രത്യാശ എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നീതിയോടെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. മരണത്തിന് ശേഷം ഓരോ ആത്മാവും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും. കർത്താവിനാൽ നീതീകരിക്കപ്പെടാത്തവരെല്ലാം നിത്യശിക്ഷാവിധിക്ക് വിധേയരാകും. കർത്താവായ യേശു വീണ്ടും വിധിക്കാനായി വരും. അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വീണ്ടും വരും. അവസാന കാഹളം മുഴങ്ങുമ്പോൾ നാം എല്ലാവരും കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. നമ്മുടെ ഈ ദുർബല ശരീരം അവിടുത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെട്ട് മലാഖമാരെ പോലെ ആയി മാറും. നമുക്ക് ഒരിക്കലും അവസാനിക്കാത്തൊരു രാജ്യമുണ്ടാകും. ദൈവം നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ഒരു നിത്യമായ കൂടാരമുണ്ട്. ഇതെല്ലാമാണ് പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ. ഈ പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവും. കേൾക്കുന്നുണ്ടോ? കാണപ്പെടാത്തത് ഉണ്ട്. എന്തൊക്കെയാ കാണാത്തെ? ഇണ്ടോക്കെ ഞാൻ പറയുകയാണ്, ഇവിടെ ഇതിന് പറയുന്നത് സ്പ്രിങ്ക്ലർ എന്നാണ്. ഇതിനെന്താ പറയുന്നത്? സ്പ്രിങ്ക്ലർ. ഞാൻ പറയുന്നു ഇവിടെ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ട്. വിശ്വസിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താ കാര്യം? കാണുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുകയാണ് ഇവിടെ ഒരു ആനയുണ്ട്. ഇവിടെ ഒരു ആന ഇരിപ്പുണ്ട്. ഇവിടെ അരിക്കൊമ്പൻ ഇരിപ്പുണ്ട്. അരിക്കൊമ്പൻ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തുകൊണ്ട്? കാണുന്നില്ല. അപ്പൊ കാണാത്തത് വിശ്വസിക്കാൻ പാടാണ് അല്ലേ? എന്നാൽ ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഇല്ലാത്തതാണ്. അരിക്കൊമ്പൻ ഇവിടെ ഇല്ല. എന്നാൽ ഇവിടെ ഉണ്ട്, എന്നാൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കാര്യം പറഞ്ഞേ. കാറ്റ്, വെരി ഗുഡ്. പിന്നെ വായു, വെരി ഗുഡ്. പിന്നെ വൈദ്യുതി, പിന്നെ കന്നുകാലിയോ? എന്താ പറഞ്ഞേ? വേവ്സ്, പിന്നെ ഈ മറ്റേ ഇത് എന്ത് എൻ്റെ ഈ സാധനം മൊബൈലിൻ്റെ ഒക്കെ വൈഫൈ, ഇതൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളൊക്കെ കുറച്ച് ആത്മീയരാണെന്നാണ് വിചാരിച്ചേ. നിങ്ങൾ ഈ കാറ്റും വായുവും വെള്ളവും ചൂടുവെള്ളവും ഒക്കെ പറയുന്നത് ഞാൻ ഓർത്തില്ല. ഈശോ, പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം, മാലാഖമാര്, വിശുദ്ധര്, ഇവരെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ കാണുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കാണാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന ഉറപ്പ് എന്ന് പറഞ്ഞാൽ, ലിസൺ ടു മീ, വാട്ട് ഈസ് ക്രിസ്ത്യൻ ഫെയ്ത്ത്? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരാണെങ്കിൽ ആ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്ന 12 കാര്യങ്ങളിലുള്ള ഉറപ്പാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. വാട്ട് ഈസ് ക്രിസ്ത്യൻ ഫെയ്ത്ത്? ആ ക്രീഡിലുള്ള ഉറപ്പ്. വിശ്വാസ പ്രമാണത്തിലെ 12 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിനകത്ത് 12 ആർട്ടിക്കിൾസ്. വീട്ടിൽ പോയി എണ്ണിയാൽ മതി. ഒരുപാട് സമയം വെറുതെ ഇരിക്കുമ്പോൾ മൊബൈൽ നോക്കി കളയാതെ എണ്ണണം. 1, 2 അങ്ങനെ എണ്ണിയെടുത്താൽ മതി. അപ്പോൾ വിശ്വാസ പ്രമാണത്തിലെ 12 കാര്യങ്ങളിലുള്ള ഉറപ്പ് അതെന്താണ്? അതാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. അതപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മരിച്ചു. ഇത്
ഫെയ്ത്തുള്ള ഒരാൾക്ക് ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് അതിൻ്റെ ഒരു വളരെ വളരെ നേർത്തതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇത് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താ പറയുന്നത്? അതായത് എൻ്റെ കർത്താവ് എനിക്ക് പകരം മരിച്ചു എന്നത് വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് അതൊരു ഇൻഫർമേഷൻ അല്ല, മറിച്ച് അതൊരു ബോധ്യമാണ്. അത് തലേ കിടക്കുന്ന ഒരു അറിവല്ല, മറിച്ച് അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ അഗാധങ്ങളിൽ പതിഞ്ഞുപോയ ബോധ്യമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? അതായത് 2001 കാലത്ത് ഞാൻ സെമിനാരിയിൽ തത്വശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞ് തിരുവനന്തപുരത്തെ സെമിനാരിയിൽ 3-ാം വർഷം ഫിലോസഫി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു പരീക്ഷയുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ എന്നോട് ചോദിച്ച ചോദ്യം എല്ലാ മതങ്ങളിലും രക്ഷയുണ്ടോ എന്നായിരുന്നു. അന്നത്തെ ഒരു പക്വതക്കുറവും അവിവേകവും അന്നത്തെ ഒരു അഹങ്കാരമൊക്കെ കാരണം ഞാൻ തർക്കിച്ചിരുന്നു. എന്താ തർക്കിച്ചത്? എല്ലാ മതങ്ങളിലും രക്ഷയുണ്ട് എന്ന് പറഞ്ഞ് യേശു ഏകരക്ഷകനല്ല എന്ന വിധത്തിൽ ഞാൻ തർക്കിക്കുകയും വാദിക്കുകയും, അതൊരു പരീക്ഷയാണ്, അതൊരു വൈവയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആർഗ്യുമെൻറ്റിന് വിലയുണ്ട്. നിങ്ങൾ ലോജിക്കലായി ആർഗ്യൂ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ആർഗ്യൂ ചെയ്യുകയും എനിക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടുകയും ചെയ്തു. മാർക്കെല്ലാം തന്നെങ്കിൽ എൻ്റെ അധ്യാപകർ അന്ന് കൂടി റിപ്പോർട്ട് എഴുതിയപ്പോൾ അവരെഴുതി വെച്ചു, ഈ പർട്ടിക്കുലർ ബ്രദറിന് വിശ്വാസമില്ല. മാർക്ക് നല്ല ബെസ്റ്റ് മാർക്കാണ് കിട്ടിയത്. പക്ഷേ അവരെഴുതി വെച്ച കമൻ്റ് ഇതാണ്, ഹി ഡസ് നോട്ട് ഹാവ് ഫെയ്ത്ത്. അതുകൊണ്ട് അധികാരികൾ ഇവനെ പ്രൊമോട്ട് ചെയ്യുന്നത് സൂക്ഷിക്കണം. അപ്പോൾ എൻ്റെ ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബ്രദറിന് വിശ്വാസമൊന്നുമില്ലേ? അപ്പോൾ എനിക്ക് എന്തെന്നറിയോ, ഞാൻ ഒരുപാട് കുസൃതികൾ കാണിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു ഗുണമുണ്ട്. എന്തെന്നറിയോ, എന്നെ ആരെങ്കിലും എൻ്റെ അധികാരികൾ പിടിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്തോന്ന് ചോദിച്ചാൽ ഞാൻ നുണ പറയില്ല, ചെയ്തത് ഞാൻ അതുപോലെ പറയും. അതുകൊണ്ട് അവസാനം അവർ തന്നെ വിഷമത്തിലാവും. ഈ കുറ്റമെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാൻ? അവർ വിചാരിക്കാത്തതുകൊണ്ട്, അവർക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് പിതാവേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം സെമിനാരി അധികാരികളോട് പറഞ്ഞു, ഈ ബ്രദർ ഫിലോസഫിയൊക്കെ പഠിച്ചതല്ലേ ഉള്ളൂ, വിശ്വാസം ഒക്കെ ഉറച്ചൊക്കെ വരുന്ന കാലമാവുന്നേ ഉള്ളൂ, അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാതിരിക്കേണ്ട, തിയോളജിയൊക്കെ പഠിച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിശ്വാസം ഇല്ല എന്നാണ്. അപ്പം അത് സത്യമാണ്, വിശ്വാസം ഇല്ല. ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ബോധ്യമില്ല, സംശയമാണ്, ബോധ്യങ്ങളില്ല, വേറൊരു രീതിയിലൊക്കെ ഇങ്ങനെ പോവുക. അന്ന് അങ്ങനെ ഈ അധികാരികൾ റിപ്പോർട്ട് എഴുതി ഞാൻ ഇന്ന് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാം. ഇന്ന് യുക്തിവാദി സി രവിചന്ദ്രൻ, ന്യൂറോൺസ് എസൻസ് തുടങ്ങിയ യുക്തിവാദി സംഘടനകൾ, ലോകത്തുള്ള സകല നിരീശ്വരവാദികളും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് കാര്യകാരണ സഹിതം വാദിച്ച് തെളിയിച്ചാലും അപ്പോഴും ഞാൻ പറയും, യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ ഏകരക്ഷകൻ. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഞാൻ പറയുകയാണ്. അപ്പോഴും ഞാൻ പറയും, യേശുക്രിസ്തു മാത്രമാണ്. അതായത് എല്ലാം ലോജിക്കലി എല്ലാം തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അവർ. സ്റ്റിൽ ഞാൻ പറയും, യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ ഏകരക്ഷകൻ. അതെങ്ങനെ പറയുന്നതറിയാം? അത് ഈ ബുദ്ധി എന്നല്ല പറയുന്നത്. എനിക്കറിയാം എൻ്റെ അകത്തെവിടെയോ എന്നെ കൊന്നാൽ പോലും ഇനി എടുത്തു കളയാൻ പറ്റാത്ത ഒരു ബോധ്യമുണ്ട്, യേശു മാത്രമാണ് സത്യം. അപ്പൊ എൻ്റെ ചോദ്യം, വിശ്വാസം അപ്പം എന്താ? എൻ്റെ തലേ കിടക്കുന്ന ഒരു അറിവല്ല, മറിച്ച് എൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കൺവിക്ഷനാണിത്, ബോധ്യം. അതിന് റാഷണലായ റീസണബിളായ എക്സ്പ്ലനേഷൻസ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇപ്പൊ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പുരുഷബന്ധം കൂടാതെ യേശു ജനിച്ചു എന്നതിന് ഒരു റാഷണൽ റീസണബിൾ എക്സ്പ്ലനേഷൻ ഇല്ല.
സയന്റിഫിക്കലി അത് ഒരു ഇമ്പോസിബിൾ ആണ്, നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ അല്ലേ? ലോകത്ത് പാർത്തനോജനസിസ് എന്നാണ് പറയുന്നത്. പാർത്തനോജനസിസ് എന്ന് പറഞ്ഞാൽ ഈ ഫീമെയിൽ സ്പീഷീസ് മെയിൽ സ്പീഷീസിന്റെ സഹായം ഇല്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോജനസിസ്. ലോകത്തങ്ങനെ നടന്നിട്ടുണ്ട്, ഈ അനിമൽ വേൾഡിൽ നടന്നിട്ടുണ്ട്. എൻ്റെ വായന ശരിയാണെങ്കിൽ ഏതാണ്ട് 6 കേസുകൾ ലോകത്തങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാർത്തനോജനസിസ്, അതായത് ഫീമെയിൽ മാത്രം അതിൽ നിന്ന് കുഞ്ഞുണ്ടായി, ആണില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായ 6 കേസുകളിൽ 6 കുഞ്ഞുങ്ങളും എന്തായിരിക്കും? ഫീമെയിലായിരിക്കും, മെയിലുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സയന്റിഫിക്കലി ഇമ്പോസിബിൾ ആണിത്. എന്ത്? ഈ കന്യകാജനനം. ബട്ട് ഐ ബിലീവ്, അത് വിശ്വസിക്കുന്നതിന് എനിക്ക് എൻ്റെ ശാസ്ത്ര സംബന്ധമായ വായനകളോ ചിന്തകളോ, ഈ ശാസ്ത്ര ലോകത്തിൽ ജീവിക്കുന്ന ഞാൻ ഈ അപ് ടു ഡേറ്റ് ആണ് എല്ലാ കാര്യത്തിലും, കേട്ടോ, അപ് ടു ഡേറ്റ് ആണ് എല്ലാ കാര്യത്തിലും. എന്ന് പറഞ്ഞാൽ അത്രയും സയന്റിഫിക്കലി അപ് ടു ഡേറ്റ് ആണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ വരെ എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞ അറിവുണ്ടെന്നല്ല, ഞാൻ അങ്ങനെ അത്രയും അപ്ഡേറ്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമില്ല, കർത്താവായ യേശു ക്രിസ്തു കന്യകാ മാതാവിൽ നിന്ന് ഈശോ പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. അത് ലോജിക്കലല്ല എന്ന് പറഞ്ഞാൽ ലോജിക്കലായ ഒരു എക്സ്പ്ലനേഷൻ്റെ സഹായത്തോടു കൂടി ഞാൻ വിശ്വസിക്കുന്ന നല്ലത്. എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ബോധ്യമാണത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് പറയുന്നതെന്നറിയാമോ? ഇത് ഈ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഉറപ്പ്. പിടികിട്ടുന്നുണ്ടോ? അല്ലാതെ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നുള്ള ഉറപ്പല്ല. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ഡിഫറെൻറ്റ്. അങ്ങനെ വരുമ്പോൾ ചിന്തിച്ചു നോക്കണം, നമ്മളിൽ എത്ര പേർക്ക് ശരിക്കും വിശ്വാസമുണ്ട്? കർത്താവ് വീണ്ടും വരും, നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ചുമ്മാ ഉണ്ടെന്നൊന്നും എന്നോട് പറയരുത്. യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കൈവക്കാവും. കൈതാക്കരുത്. നന്നായിട്ട് കൈവക്കണം. ഇനി ഇടയ്ക്ക് സൂത്രത്തിൽ കൈയാക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ? വിശ്വസിക്കുന്നുണ്ടോ? അപ്പം എന്താണ് ഇതിൻ്റെ നുവാൻസ്? യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വേറെ ആരും രക്ഷ പ്രാപിക്കുകയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആരോടെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടുന്നവരോട് യേശുവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പറയാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുന്നില്ല. കേട്ടോ, ഞാൻ ആരെയും വിധിക്കുന്നൊന്നുമില്ല, വെറുതെ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചുമ്മാ പറയുന്നതേ ഉണ്ടെന്ന് ശരിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും നിങ്ങളും മുട്ടേ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് വിശ്വാസം തരണമേ. അപ്പൊ അതാണ് ആ 3ാമത്തെ കേസിൽ. ആ വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനങ്ങളിൽ നിന്നും. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം ഉണ്ടാവുന്നത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനങ്ങൾ പറയുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ടു ബി പ്രാക്ടിക്കൽ എന്താ നമ്മൾ ചെയ്യണ്ടേ? യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന തിരുവചനങ്ങൾ വായിക്കണം. അതേതാ? അതെവിടെ കിടപ്പുണ്ട്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പസ്തോല പ്രവർത്തനം, റോമർ മുതൽ യൂദാസ് വരെയുള്ള ലേഖനങ്ങൾ, വെളിപാട്. പുതിയ നിയമം ശ്രദ്ധയോടെ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസമുണ്ടാകും എന്നതിന് തെളിവ് ചോദിച്ചാൽ ആ തെളിവാണ് 6 feet ഹൈറ്റിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഐ ആം ദ പ്രൂഫ്. വിശ്വാസമില്ലാത്തൊരാൾക്ക് ഈ പുസ്തകം വായിച്ചിരുന്നാൽ വിശ്വാസം ഉണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് 6 അടി പൊക്കത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഉണ്ടാവും. മനസ്സിലായി? ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പാസ്റ്റ് പറഞ്ഞത്. ഫെയ്ത്ത് ഇല്ലായിരുന്നു, പക്ഷെ വിശ്വാസം ഉണ്ടായി. വിശ്വാസം ഉണ്ടായത് ഈ വചനത്തിൽ നിന്നാണ്, വചനത്തിൽ നിന്ന്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് വായിക്കുന്നവനും കേൾക്കുന്നവനും പിന്നെ ബോധമില്ലാത്തതുകൊണ്ട്
അത് അറിയുന്നില്ലെന്നല്ല. മരുന്ന് വെച്ച് ചോദിക്കാം, തിരുസഭങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങനെ നിങ്ങളങ്ങനൊന്നല്ല വായിക്കുന്നത് തോന്നല്ലേ? അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. ശ്രദ്ധാപൂർവം നിന്ന് ഈ വായിക്കുന്നതേ കേൾക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്, വചനത്തിൽ നിന്നാണ് വിശ്വാസം ആഴപ്പെടുന്നത്. എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എന്താ പറയുക, ഞാൻ ഈ റോമാലേഖനം പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞില്ലേ പലതവണയായിട്ട്. റോമാലേഖനം പഠിച്ചു കഴിയുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞവരിൽ ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതകരമായ വ്യത്യാസം, അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു നിലവാരം അടുത്ത തലത്തിലേക്ക് വളരാൻ തുടങ്ങും. അത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന പ്രബോധനമാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം യേശുവിനെ, അതുകൊണ്ട് ഞാൻ പ്രാക്ടിക്കലായിട്ടൊരു ഉപദേശം തരികയാണ്. ആദ്യം 6 മാസം കൊണ്ട് നിങ്ങൾക്ക് പുതിയ നിയമം വായിച്ചു തീർക്കാം. എത്ര മാസം കൊണ്ട്? 6 മാസം കൊണ്ട് നിങ്ങൾക്ക് പുതിയ നിയമം വായിച്ചു തീർക്കാം. അതെങ്ങനെയാണ്? മത്തായി മുതലങ്ങ് വായിച്ചാൽ മതി. 4 അധ്യായം വെച്ച്, ഒരു ദിവസം 4 അധ്യായം വെച്ച് വായിച്ചാൽ, 4-5 അധ്യായം വെച്ച് വായിച്ചാൽ പരമാവധി 6 മാസം കൊണ്ട് നിങ്ങൾക്ക് പുതിയ നിയമം വായിച്ചു തീർക്കാം. അതിനുശേഷം 2ാമത്തെ തവണ നിങ്ങൾ വായിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് വിടാം. ഓക്കെ. സെക്കൻഡ് റീഡിങ്ങിൽ മാത്യു, മാർക്ക്, ലൂക്ക് വിട്ടേക്കുക. എന്ത് വായിക്കുക? ജോൺ വായിക്കുക, സെക്കൻഡ് റീഡിങ്. പിന്നീട് ആക്സ് വിട്ടേക്കുക സെക്കൻഡ് റീഡിങ്ങിൽ. പിന്നെ എന്ത് ചെയ്യണം? റോമൻസ് തൊട്ട് ജൂഡ് വരെ വായിക്കുക. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ എന്തൊക്കെയായി? ജോൺ, പിന്നെ റോമൻസ് ടു ജൂഡ്, റെവലേഷൻസ് വിട്ടേക്കുക സെക്കൻഡ് റീഡിങ്ങിൽ. ആദ്യത്തെ റീഡിങ്ങിൽ മാത്യു ടു റെവലേഷൻസ്, സെക്കൻഡ് റീഡിങ്ങിൽ ജോൺ, റോമൻസ് ടു ജൂഡ്. ഇത് തന്നെ ഒരു 3-4 തവണ വായിക്കുക. ഏത്? ഈ സെക്കൻഡ് റീഡിങ്ങിൽ പറഞ്ഞ പോർഷൻസ് തന്നെ ഒരു 5-6 തവണ വായിക്കുക, കുറേ നാൾ. പിന്നീട് നിങ്ങൾക്ക് വീണ്ടും മാത്യു മുതൽ വായിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവും. പിന്നെ സെലക്റ്റീവായിട്ട് വായിച്ചാലും മതി, കുറേ ഭാഗങ്ങൾ മാത്രം എടുത്ത് വായിച്ചാൽ മതി, ബുക്ക് ബൈ ബുക്ക് വായിച്ചാൽ മതി. അപ്പോൾ എന്തെന്നറിയാമോ, ഇതിങ്ങനെ നമ്മളെപ്പോഴും പുതിയ നിയമത്തിലെ യേശുവിനെ പരിചയപ്പെട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് വളർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.